അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പൊതുപരീക്ഷ വളരെ അടുത്തെത്തിയ ഒരു സാഹചര്യത്തിലാണ് നാം ഉള്ളത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ആമുഖമായി വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനുള്ള വിഷയം, ഇനിയും ദിവസങ്ങളുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ പഠനത്തെ നമ്മൾ പിന്തിപ്പിക്കരുത്. ഇന്ന് തന്നെ പൊതുപരീക്ഷ പഠനത്തെ നാം ആരംഭിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ അബൂ യാസീൻ എന്നുള്ള യൂട്യൂബ് ചാനലിലൂടെ പൊതുപരീക്ഷയ്ക്കും അതുപോലെ മറ്റ് ക്ലാസ്സുകൾക്കുള്ള വാർഷിക പരീക്ഷകൾക്കുമൊക്കെ വേണ്ട എല്ലാ പാഠങ്ങളുടെയും മെഗാ റിവിഷനുകളും പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഒക്കെ വളരെ ലളിതമായി ആർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യും. വിദ്യാർത്ഥികളൊക്കെ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വിഷയത്തെ നിങ്ങൾ അറിയിച്ചു കൊടുക്കണം. ഇവിടെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിന്റെ ഒരു ഫുൾ റിവിഷൻ ആണ്. പൊതുപരീക്ഷ അവസാനത്തെ പരീക്ഷയാണ്. കിതാബ് മുഴുവൻ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ പഠിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഒന്നാമത്തെ പാഠം മർഹബൻ യാ ഖൈറ ദാഇൻ. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് തൊലഅൽ ബദറു അലൈന മിൻ സനിയാത്തിൽ വദാഇ എന്നുള്ള ഈ ബൈത്ത് നമുക്ക് സുപരിചിതമായ അതിമനോഹരമായ ഒരു ബൈത്താണിത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ മദീനക്കാരായ ആളുകൾ മുത്തുനബിയെ സ്വാഗതം ചെയ്തുകൊണ്ട് പാടിയ അതിമനോഹരമായ ഒരു പാട്ടാണ് തൊലഅൽ ബദറു അലൈന. ഈ പാട്ട് നമ്മൾ നിർബന്ധമായും പഠിച്ചു വെക്കണം. ഇനി പരീക്ഷയ്ക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഇത് ചൊല്ലാനുള്ളതാണ്. തൊലഅൽ ബദറു അലൈന മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈന മാ ദഅ ലില്ലാഹി ദാഇ. അപ്പോൾ ഈ ബൈത്ത് ഒരുപക്ഷെ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആയിട്ട് ഒന്നോ രണ്ടോ ലൈനൊക്കെ ഒരുപക്ഷെ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ തൊലഅൽ ബദറു എന്നുള്ള ഈ ബൈത്തുകൾ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കണം. അതിന്റെ താഴെ അഹ്ലുൽ മദീനത്തി കാനു യുറഹിബുന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യഖ്ദുമുൽ മദീന. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്ന സമയത്ത് മദീനക്കാരായ ആളുകൾ മുത്തുനബിയെ സ്വാഗതം ചെയ്തുകൊണ്ട് പാടിയതാണിത്. വജാഅ ബിൽ ഹുദാ മിൻ അല്ലാഹി തആല. അല്ലാഹുവിൽ നിന്നുള്ള സന്മാർഗവുമായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. വന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ലുൽ ബദർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർണ്ണ ചന്ദ്രനെ പോലെയാണ്. ബൽ എന്നല്ല അൻവറു മിൻഹു, അതിനേക്കാൾ പ്രശോഭിതമാണ്. നമ്മളൊക്കെ 14ാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ വളരെ മനോഹരമായിട്ട് നമ്മളൊക്കെ കാണാറുണ്ട്. നമുക്ക് ആ ഒരു ഭംഗി മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു ഉപമ ഇവിടെ നൽകുകയാണ്. വന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ലുൽ ബദർ, പൂർണ്ണ ചന്ദ്രനെ പോലെയാണ്. എന്നിട്ട് പറയാണ് ബൽ എന്നല്ല അൻവറു മിൻഹു, അതിനേക്കാൾ പ്രശോഭിതമാണ്. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം എത്രയാണ്, വർണ്ണിക്കാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തശറഫത്തിൽ മദീന, മദീന മുഴുവൻ പ്രശോഭിതമായി. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് തൊലഅൽ ബദറു അലൈന എന്നുള്ള ബൈത്താണ്. ഇനി അദ്ദർസു സാനി, രണ്ടാമത്തെ പാഠം. ഇവിടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാനുള്ളത് ഈ രണ്ടാമത്തെ പാഠം മുതൽ യഖില ജുനൈദുൻ എന്നുള്ള ഈ രണ്ടാമത്തെ പാഠം മുതൽ ശേഷമുള്ള കുറച്ച് പാഠങ്ങൾ ഏതുവരെ, ആ പാഠങ്ങളിലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മാലിയായ ഫിഅലുകളും മുളാരി ആയ ഫിഅലിനെയും കുറിച്ചാണ്. ആകെ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മാലിയായ ഫിഅലും മുളാരി ആയ ഫിഅലും. ഇതിനെ കുറിച്ചാണ് ശേഷമുള്ള പാഠങ്ങളിലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഈ മാലിയായ ഫിഅലിനും മുളാരി ആയ ഫിഅലിനും 14 ഫോമുകളാണുള്ളത്. മാലിയായ ഫിഅൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ച ഒരു പ്രവർത്തനത്തെ പറയുന്നത്, അതിനാണ് മാലിയായ ഫിഅൽ എന്ന് പറയാ. മുളാരി എന്ന് പറഞ്ഞാൽ എന്താണ്? നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിനെ സൂചിപ്പിക്കുന്നതാണ് മുളാരിയായ ഫിഅൽ. അപ്പോൾ ഈ 14 രൂപങ്ങളാണ് ശേഷമുള്ള പാഠങ്ങളിലായിട്ട് ഈ 8ാമത്തെ പാഠം വരെ, 8ാമത്തെ പാഠം മുതൽ വേറെ ഒരു വിഷയമാണ്. 7 പാഠങ്ങളിലായിട്ട് 2ാമത്തെ പാഠം മുതൽ 7 പാഠം വരെ നമുക്ക് പഠിക്കാനുള്ള വിഷയം ഈ മാലിയായ ഫീലിനെ കുറിച്ചും മുളാരി ആയ ഫീലിനെ കുറിച്ചുമാണ്. ഓരോ പാഠങ്ങളിലേക്കുമുള്ള വിശദീകരണത്തിന് മുമ്പ് വിദ്യാർത്ഥികൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ അവസാന ഭാഗത്തുള്ള ഈ മാലിയായ ഫീലും മുളാരിയായ ഫീലും അതിന്റെ 14 രൂപങ്ങളും പറഞ്ഞിട്ട് അവസാനം നമ്മളെ കിതാബിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോക്സ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ ലിസാനുൽ ഖുർആൻ നമ്മൾ പഠിച്ചു എന്നാണ് അർത്ഥം.
വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടെ കൂടെ മനസ്സിലാക്കുക. ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്, കതബ അല്ലെ. കതബ എന്നുള്ള ഫിഅലാണ് ഇവിടെ നമുക്ക് ഉദാഹരണമായി തന്നിട്ടുള്ളത്. ഇവിടെ ഹെഡിങ് കണ്ടോ, അൽ മാദി അൽ മുദാരിഉ. അപ്പോൾ 2 ബോക്സ് തന്നിട്ടുണ്ട്. കതബ, കതബ എന്നുള്ള ഫിഅലാണ് ഉദാഹരണത്തിൽ തന്നിട്ടുള്ളത്. എന്താണ് കതബ എന്ന് പറഞ്ഞാൽ അർത്ഥം? അവനൊരു പുരുഷൻ എഴുതി എന്നാണ്. നമ്മൾ പറഞ്ഞു ഈ 14 രൂപങ്ങളാണ് ഉള്ളത്. ഈ 14 രൂപങ്ങൾ എന്നുള്ളതിന്റെ ഉദ്ദേശം എന്താണ്? ഉദാഹരണമായിട്ട് കതബ, കതബ എന്ന് പറഞ്ഞാൽ അവൻ ഒരു പുരുഷൻ എഴുതി. കതബ എന്ന് പറഞ്ഞാൽ അവൻ ഒരു പുരുഷൻ എഴുതി. അപ്പൊ നമ്മുടെ മുമ്പിലില്ലാത്ത അവൻ ഒരു പുരുഷൻ, ഏതോ ഒരു പുരുഷൻ, അവൻ ഒരു പുരുഷൻ എഴുതി, അതാണ് കതബ എന്നുള്ളതിന്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ ഫോം എന്താ? കതബ. കണ്ടോ, കതബ. എന്താണ് കതബ എന്നുള്ളതിന്റെ അർത്ഥം? അവർ 2 പുരുഷന്മാർ എഴുതി. കതബു, അവർ കുറെ പുരുഷന്മാർ എഴുതി. അപ്പോൾ ഈ കതബ, കതബ, കതബു ഇത് 3ഉം മറഞ്ഞ പുരുഷന്മാരെ സൂചിപ്പിക്കുന്നതാണ്. നമ്മുടെ മുമ്പിലില്ലാത്ത പുരുഷന്മാരെ സൂചിപ്പിക്കുന്നതാണ്. ഒരാള്, 2 ആളുകൾ, കുറെ ആളുകൾ. ഇനി അതിന്റെ താഴെ കണ്ടോ, കതബത്, അവൾ ഒരു സ്ത്രീ എഴുതി. നമ്മുടെ മുമ്പിലില്ലാത്ത ഒരു സ്ത്രീ, അവൾ ഒരു സ്ത്രീ എഴുതി. കതബത, അവർ 2 സ്ത്രീകൾ എഴുതി. കതബിന, അവർ കുറെ സ്ത്രീകൾ എഴുതി. അപ്പോൾ ആദ്യത്തെ 3 മുമ്പിലില്ലാത്ത ഒരാള്, 2 ആണുങ്ങൾ, കുറെ ആണുങ്ങൾ. രണ്ടാമത്തെ 3 മുമ്പിലില്ലാത്ത ഒരു സ്ത്രീ, 2 സ്ത്രീകൾ, കുറെ സ്ത്രീകൾ. ഇനി ഇവിടെ ഈ രണ്ടാമത്തെ ബോക്സിൽ മാദി, ഇതിന്റെ തുടർച്ച ഇവിടെയാണ്. കതബത, കണ്ടോ ഇവിടെ കതബത. കതബത എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മുമ്പിലുള്ള ഒരു പുരുഷൻ, നീ ഒരു പുരുഷൻ എഴുതി. കതബത എന്ന് പറഞ്ഞാൽ എന്താ? നീ ഒരു പുരുഷൻ എഴുതി. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഒരാളോടുള്ള അഭിസംബോധനയാണ്, നീ ഒരു പുരുഷൻ എഴുതി. കതബതുമാ, നിങ്ങൾ 2 പുരുഷന്മാർ എഴുതി. കതബതും, നിങ്ങൾ കുറെ പുരുഷന്മാർ എഴുതി. പിന്നെ മുമ്പിലുള്ള സ്ത്രീകൾ, കതബതി, നീ ഒരു സ്ത്രീ എഴുതി. കതബതുമാ, നിങ്ങൾ 2 സ്ത്രീകൾ എഴുതി. കതബതുന്ന, നിങ്ങൾ കുറെ സ്ത്രീകൾ എഴുതി. പിന്നെ ഇവിടെ കണ്ടോ, കതബതു കതബിന, കതബതു കതബിന, കതബതു ഞാൻ എഴുതി, കതബിന ഞങ്ങൾ എഴുതി. ഇതാണ് മാദിയായ ഫീലിന്റെ 14 രൂപങ്ങൾ. ഈ 14 രൂപങ്ങൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പൊ നമുക്കൊന്ന് ഒരുമിച്ച് പറഞ്ഞു നോക്കാം. കതബ, കതബ, കതബു, കതബത്, കതബത, കതബിന, കതബത, കതബതുമാ, കതബതും, കതബതി, കതബതുമാ, കതബതുന്ന, കതബതു, കതബിന. ഇതുപോലെ മറ്റുള്ള ഫിഅലുകളൊക്കെ വിദ്യാർത്ഥികൾ എഴുതിയും പറഞ്ഞും സർഫാക്കി പഠിക്കണം. ഈ കതബക്ക് പകരം നമ്മൾ ലറബ വെക്കുക. ലറബ, അവനൊരു പുരുഷൻ അടിച്ചു. അപ്പൊ ലറബ, ലറബ, ലറബു, ലറബത്ത്, ലറബത, ലറബിന, ലറബത, ലറബത്തുമാ, ലറബത്തും, ലറബതി, ലറബത്തുമാ, ലറബത്തുന്ന, ലറബത്തു, ലറബിന. ഇതിന്റെയൊക്കെ അർത്ഥം നമുക്ക് അറിഞ്ഞിരിക്കണം. ഉദാഹരണം പെട്ടെന്ന് ഞാൻ എന്താണ് ലറബത്ത് എന്നുള്ളതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, അവളൊരു സ്ത്രീ അടിച്ചു. ഇവിടെ കതബത്ത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, കതബത്ത്. അതിന്റെ അതേ രൂപത്തിൽ ലറബത്ത്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം വരിക? അവളൊരു സ്ത്രീ അടിച്ചു. ഇനി അതുപോലെ വേറെ ഫീലുകൾ നമുക്ക് എഴുതി പരിശീലിക്കാം, പറഞ്ഞു പരിശീലിക്കാം. ദറസ, ദറസ, അവനൊരു പുരുഷൻ പഠിച്ചു. അപ്പൊ ദറസ 2 ആളുകൾ പഠിച്ചു. ദറസു, കുറെ ആളുകൾ പഠിച്ചു. ദറസത്ത്, അവളൊരു സ്ത്രീ പഠിച്ചു. ദറസത, ദറസ്ന, ദറസ്ത, ദറസ്തുമാ, ദറസ്തും, ദറസ്തി, ദറസ്തുമാ, ദറസ്തുന്ന, ദറസ്തു, ദറസ്ന, ഞാൻ പഠിച്ചു, ഞങ്ങൾ പഠിച്ചു. അപ്പോൾ ഈ 14 രൂപങ്ങൾ മാദിയായ ഫീലിന്റെ ഈ 14 രൂപങ്ങൾ. ഇനി അതേപോലെ തന്നെ മുലാരിയായ ഫീലിന്റെ 14 രൂപങ്ങൾ. ഈ കതബയുടെ തന്നെ മുലാരിയായ ഫീലുകൾ. ഈ മുലാരിയായ ഫീലിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? തുടക്കത്തിൽ യാവ് കൊണ്ടോ താവ് കൊണ്ടോ ഒക്കെ തുടങ്ങുന്ന ഫീലാണ് മുലാരിയായ ഫീല്. അപ്പോൾ ഈ കതബ എന്നുള്ളതിന്റെ മുലാരിയായ ഫീൽ എന്താണ്? യക്തുബു. ഇവിടെ കണ്ടോ, യക്തുബു. അപ്പൊ യക്തുബു അതുപോലെ തന്നെയാണ് നമ്മൾ സർഫാക്കുക. യക്തുബു, യക്തുബാനി, യക്തുബൂന, തക്തുബു, തക്തുബാനി, യക്തുബിന, തക്തുബു, തക്തുബാനി, തക്തുബൂന, തക്തുബീന, തക്തുബാനി, തക്തുബിന, അക്തുബു, നക്തുബു. അപ്പോൾ എന്താണ് യക്തുബു എന്നുള്ളതിന്റെ അർത്ഥം? അവനൊരു പുരുഷൻ എഴുതുന്നു. യക്തുബാനി, അവർ 2 പുരുഷന്മാർ എഴുതുന്നു. യക്തുബൂന, അവർ കുറെ പുരുഷന്മാർ എഴുതുന്നു. ആദ്യത്തെ 3 പുരുഷന്മാരെ സൂചിപ്പിക്കുന്നത്. പിന്നെ തക്തുബു, അവളൊരു സ്ത്രീ എഴുതുന്നു. തക്തുബാനി, അവർ 2 സ്ത്രീകൾ എഴുതുന്നു. യക്തുബിന, അവർ കുറെ സ്ത്രീകൾ എഴുതുന്നു. ഇനി അടുത്തത് തക്തുബു, നീ ഒരു പുരുഷൻ എഴുതുന്നു. മുമ്പിലുള്ള ആളുകളാണ്. തക്തുബാനി, നിങ്ങൾ 2 പുരുഷന്മാർ എഴുതുന്നു. തക്തുബൂന, നിങ്ങൾ കുറെ പുരുഷന്മാർ എഴുതുന്നു. ഇനി പെണ്ണുങ്ങളോട് തക്തുബീന, നീ ഒരു സ്ത്രീ എഴുതുന്നു. തക്തുബാനി, നിങ്ങൾ 2 സ്ത്രീകൾ എഴുതുന്നു. തക്തുബിന, നിങ്ങൾ കുറെ സ്ത്രീകൾ എഴുതുന്നു. പിന്നെ അക്തുബു, ഞാൻ എഴുതുന്നു. നക്തുബു, ഞങ്ങൾ എഴുതുന്നു. ഈ മുലാരിയായ ഫീൽ എന്ന് പറഞ്ഞാൽ പ്രസന്റിന്റെ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നടക്കും, രണ്ടിന്റെയും അർത്ഥത്തിൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. അക്തുബു, ഞാൻ എഴുതും എന്നും പറയാം, അല്ലെങ്കിൽ ഞാൻ എഴുതുന്നു എന്നും പറയാം, പ്രശ്നമില്ല.
അപ്പോൾ ചുരുക്കത്തിൽ ഈ മാളിയായ ഫേലും മുലാരി ആയ ഫേലും അതിന്റെ 14 രൂപങ്ങളാണ് നമുക്ക് രണ്ടാമത്തെ പാഠം മുതൽ 7ാമത്തെ പാഠം വരെ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ ഈ ഒരു പട്ടിക ആമുഖമായി ഓർമ്മപ്പെടുത്തിയത് എന്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ള വിഷയം വളരെ സിമ്പിളായിട്ട് ആമുഖമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഈ കതബ പോലെ മറ്റുള്ള പല ഉദാഹരണങ്ങളും വിദ്യാർത്ഥികൾ എഴുതുകയും പറയുകയും അങ്ങനെ പറഞ്ഞു ശീലിക്കുക തന്നെ വേണം, എഴുതി ശീലിക്കുക തന്നെ വേണം. അതുപോലെ ഓരോന്നിന്റെയും അർത്ഥം പറഞ്ഞു പഠിക്കുക. അർത്ഥം പറഞ്ഞു പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉദാഹരണം ദറസ എന്ന് പറഞ്ഞാൽ അടിച്ചു എന്നുള്ള ഒരു അർത്ഥം കിട്ടിയാൽ മതി. ബാക്കി 14 രൂപത്തിലേക്ക് മാറുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ 3 ഒരു പുരുഷൻ, 2 പുരുഷന്മാർ, കുറെ പുരുഷന്മാർ. രണ്ടാമത്തെ 3 ഒരു സ്ത്രീ, 2 സ്ത്രീകൾ, കുറെ സ്ത്രീകൾ. പിന്നെയുള്ള വ്യത്യാസം എന്താണ്? അപ്പൊ ആദ്യത്തെ 3 മുമ്പിലില്ലാത്തവരാണ്, പുരുഷന്മാരും സ്ത്രീകളും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? മുമ്പിലുള്ള പുരുഷന്മാര്. അപ്പൊ ദറസ്ത നീ പഠിച്ചു, ദറസ്തുമ നിങ്ങൾ പഠിച്ചു, 2 പേര് പഠിച്ചു, ദറസ്തും നിങ്ങൾ കുറെ ആളുകൾ പഠിച്ചു. പിന്നെ മുമ്പിലുള്ള സ്ത്രീകൾ, നീ ഒരു സ്ത്രീ പഠിച്ചു, ദറസ്തി, ദറസ്തുമ, ദറസ്തുന്ന. പിന്നെ അവസാനത്തെ 2 എന്താണ്? ദറസ്തു ഞാൻ പഠിച്ചു, ദറസ്ന ഞങ്ങൾ പഠിച്ചു. അപ്പോൾ ഇതുപോലെ മറ്റുള്ള പല ഉദാഹരണങ്ങളും വിദ്യാർത്ഥികൾ എഴുതിയും പറഞ്ഞും പരിശീലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ ഒരു വിഷയം പഠിച്ചാൽ ലിസാൻ നമ്മൾ പഠിച്ചു. ഇനി ഒരു ഉദാഹരണം തന്നിട്ട്, ഏതെങ്കിലും ഒരു ഫീല് തന്നിട്ട് അതിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, മറ്റു വിട്ടുഭാഗങ്ങൾ നമ്മൾ പൂർത്തിയാക്കേണ്ടി വരും. അത് നമുക്ക് എഴുതാൻ സാധിക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ ഈ 14 രൂപങ്ങൾ പറഞ്ഞു പഠിക്കണം. മാലിയും മുലാരിയും നമ്മൾ പറഞ്ഞു പഠിക്കണം. ഇങ്ങനെ സർഫാക്കാനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ചോദ്യം ഉണ്ടാവും. കതബയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഉദാഹരണം തന്നിട്ട് മാലിയായ ഫീലി 14 രൂപ നമ്മൾ സർഫാക്കി കൊടുക്കേണ്ടി വരും. അതുപോലെ മുലാരി നമ്മൾ സർഫാക്കി എഴുതാനുണ്ടാവും. അപ്പോൾ നിർബന്ധമായും മറ്റു പല ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് ഇതുപോലെ നമ്മൾ പറഞ്ഞു പഠിക്കണം, എഴുതി പഠിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ രണ്ടാമത്തെ പാഠം മുതൽ 7ാമത്തെ പാഠം വരെ ആയിട്ട് പഠിക്കാനുള്ളത്. ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇനി നമുക്ക് പാഠങ്ങളിലേക്ക് കടക്കാം. വീഡിയോ കുറച്ച് ലെങ്ത് ആണെങ്കിൽ പോലും വിദ്യാർത്ഥികൾ നിർബന്ധമായും ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കേൾക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ടോപ്പ്+ കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധാപൂർവം കേൾക്കുക. ഇനി ഇവിടെ യഖില ജുനൈദുൻ, രണ്ടാമത്തെ പാഠത്തിൽ യഖില ജുനൈദുൻ. യഖില എന്ന് പറഞ്ഞാൽ ഉണർന്നു, ജുനൈദ് ഉണർന്നു. യഖില ജുനൈദുൻ മിനൻ നൗമി, ജുനൈദ് ഉറക്കിൽ നിന്ന് ഉണർന്നു. മുബക്കിറൻ അതിരാവിലെ, ഖബ്ലൽ ഫജ്രി ഫജ്റിന് മുമ്പ്. വഖാല അവൻ പറഞ്ഞു. കണ്ടോ? അപ്പോ നമ്മൾ പറഞ്ഞു യഖില എന്ന് അല്ലെങ്കിൽ ഖാല. ഇവിടെ പ്രത്യേകമായിട്ട് കളർ ചെയ്യപ്പെട്ട ഫീലുകൾ കണ്ടോ? യഖില, ഖാല. യഖില എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ഉണർന്നു. ഖാല എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ പറഞ്ഞു. ഫസ്റ്റ് ഫോം, മാദിയായ ഫീലിന്റെ ഫസ്റ്റ് ഫോം നമ്മൾ പറഞ്ഞില്ലേ, ഒരു പുരുഷൻ ചെയ്തതിനെ സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ യഖില ജുനൈദ് ആണല്ലേ, അതുകൊണ്ട് യഖില. പിന്നെ ഈ ജുനൈദ് തന്നെയാണ് പറഞ്ഞത് ഖാല, ആ രൂപത്തിൽ വന്നു. ഖാല അവൻ പറഞ്ഞു അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹി നുശൂർ. നമ്മൾ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ ചൊല്ലാനുള്ള ദുആയാണ്, അത് പറഞ്ഞു. എന്നിട്ട് വജലസ, കണ്ട മറ്റൊരു ഫീല്, വജലസ അവൻ ഇരുന്നു. അലൽ ഫിറാഷി, എവിടെ? വിരിപ്പിലിരുന്നു. ബുർഹത്തൻ അല്പസമയം. വഖാമ, പിന്നെ അവൻ എണീറ്റു. അപ്പൊ ഇവിടെ കണ്ട് പ്രത്യേകമായി കളർ ചെയ്യപ്പെട്ട യഖില, ഖാല, അഹ്യാനി, അമാതനി, ജലസ, വഖാമ, ഇതെല്ലാം മാദിയായ ഫീലാണ്. ഇതെല്ലാം ഒരാൾ ചെയ്തതിനെ സൂചിപ്പിക്കുന്നതാണ്. ഒരു പുരുഷൻ, ഇവിടെ ജുനൈദിനെ പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ജുനൈദ് ചെയ്തതിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി വീണ്ടും പറയുന്നു വദഖല അവൻ പ്രവേശിച്ചു. ഫിൽ ഖലാഇ, ഖലാഇൽ ടോയ്ലറ്റിൽ. മുഖദ്ദിമൻ റിജ്ലഹുൽ യുസ്റ, ഇടത് കാല് വെച്ചിട്ട്. വഹുവ യഖൂലു, കണ്ടോ? അപ്പൊ യഖൂലു, ഖാല എന്നുള്ള ഈ ഫീലിന്റെ മുലാരി എന്താണ്? യഖൂലു. യഖൂലു എന്ന് പറഞ്ഞാൽ എന്താണ്? പറയുന്നു. ഖാല പറഞ്ഞു, യഖൂലു പറയുന്നു. അപ്പൊ യഖൂലു അവൻ പറയുന്നു. എന്താ പറയുന്നത്? ഖലായിലേക്ക് പ്രവേശിക്കുമ്പോ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് പറയുന്നു. എന്നിട്ട് വഖളാ ഹാജതഹു, അവന്റെ ആവശ്യങ്ങളെല്ലാം അവൻ നിറവേറ്റി. പിന്നെ വഖറജ അവൻ പുറപ്പെട്ടു. മിനൽ ഖലാഇ, ഖലാഇൽ നിന്ന്. മുഖദ്ദിമൻ റിജ്ലഹുൽ യുംന, വലത് കാല് വെച്ചിട്ട്. വഹുവ യദ്കുറു അവൻ പറയുന്നു അല്ലാഹ അസ്സ വഹുവ യദ്കുറുല്ലാഹ അസ്സ വജൽ ബിൽ അദ്കാരി അല്ലതി തഅല്ലമഹാ മിന സഫി റാബി. അവൻ ഇങ്ങോട്ട് ടോയ്ലറ്റിൽ നിന്ന് പുറത്തു പോരുമ്പോ അവൻ 4ാം ക്ലാസ്സിൽ പഠിച്ച ആ ഒരു ദിക്ർ, പുറത്തേക്ക് പോരുമ്പോ 4ാം ക്ലാസ്സിൽ പഠിച്ച ആ ഒരു ദിക്ർ, ഗുഫ്രാനക അൽഹംദുലില്ലാഹി അല്ലദി എന്നുള്ള ദിക്ർ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ദിക്ർ ചൊല്ലിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവൻ പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ പറഞ്ഞല്ലോ, യഖില, ഖാല, അഹ്യാനി, അമാതനി, ജലസ, ഖാമ, ഈ പ്രത്യേകം കളർ ചെയ്യപ്പെട്ട ഫീലുകൾ. ദഖല, അതുപോലെ ഖല, ഖറജ,
തഅല്ലമ ഇതൊക്കെ എന്താണ്? മാളിയായ ഫിഅലുകളാണ്. ഇനി ഇതിൽ മുലാരിയായ ഫിഅൽ വന്നിട്ടുണ്ട്, ഇവിടെ യഖൂലു വന്നിട്ടുണ്ട്, അതുപോലെ യദ്കുറു വന്നിട്ടുണ്ട്. യാ കൊണ്ട് തുടങ്ങുന്ന ഫിഅലുകളൊക്കെ മുലാരി ആയിരിക്കും എന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ മാളിയായ ഫിഅലും മുലാരിയായ ഫിഅലും ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് വ്യത്യാസം? ഇവിടെ ഒരാള് ചെയ്ത പ്രവൃത്തിയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളൂ. ഇത് വീണ്ടും ആവർത്തിക്കുന്നു. യഖ്ല കാല, അതിൽ പ്രത്യേകമായി കളർ ചെയ്യപ്പെട്ട് തന്ന ഫിഅലുകൾ ഇവിടെ വീണ്ടും ആവർത്തിക്കാണ്. യഖ്ല കാല പോലെ കണ്ടോ, ഇവിടെ പ്രത്യേകം കോളം തന്നിട്ടുണ്ട്. മാളിയായ ഫിഅലുകൾ, മുലാരിയായ ഫിഅലുകൾ. ഖറഅ ഇതൊക്കെ മാളിയായ ഫിഅലാണ്. ഖറഅ അതിന്റെ മുലാരി എന്താണ്? യഖറഉ. ജലസ യജ്ലിസു. അബദ യഅബുദു. അമാത യുമീതു. അഹ്യ യുഹ്യി. തഅല്ലമ യതഅല്ലമു. തലഅ യത്ലുഉ. അപ്പോൾ ഈ ഫിഅലുകളുടെ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള എന്താണ് മാളിയായ ഫിഅൽ എന്ന് പറഞ്ഞാൽ? അൽ ഫിഅലുൽ മാളി കലിമത്തുൻ തദുല്ലു അലാ ഹുദൂസി ഫിഅലിൻ ഫി സമാനിൽ മാളി. മാളിയായ കാലത്ത് സംഭവിച്ച ഒരു പ്രവർത്തനത്തെ അറിയിക്കുന്ന കലിമത്ത്, ഒരു വാക്ക്, അതിനാണ് മാളിയായ ഫിഅൽ എന്ന് പറയുക. മുലാരിയായ ഫിഅൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഫിഅലുൽ മുലാരി കലിമത്തുൻ തദുല്ലു അലാ ഹുദൂസി ഫിഅലിൻ ഫിൽ മുസ്തഖ്ബിലി അവൽ ഹാലി. ഫ്യൂച്ചറിലോ അല്ലെങ്കിൽ പ്രസന്റിലോ നടക്കാനിരിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു കലിമത്ത്, അതിനാണ് മുലാരിയായ ഫിഅൽ എന്ന് പറയുക. അപ്പൊ മാളിയും മുലാരിയും വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി ഇവിടെ കുറെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ദഹബ ഹമീദുൻ അൽ മദ്രസ. ഹമീദ് മദ്രസയിലേക്ക് പോയി. ഇത് പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞുപോയി അല്ലെ? അപ്പൊ കഴിഞ്ഞു പോയ കാലത്തിൽ സംഭവിച്ചതൊക്കെ മാളിയാണ്. അപ്പൊ ദഹബ പോയി എന്ന് പറഞ്ഞാൽ മാളിയാണ്. ആഷൻ നബിയു, മുത്തുനബി ജീവിച്ചു. ഫിൽ മദീന, മദീനയിൽ 10 വർഷം. അപ്പൊ ആഷ ജീവിച്ചു എന്ന് പറയുമ്പോൾ എന്താണ്? മാളിയാണ്. ഹഫറ ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം കുഴിച്ചു. ബിഅറ സംസം, സംസം കിണർ. അപ്പൊ ഹഫറ കുഴിച്ചു എന്ന് പറയുമ്പോൾ മാളിയാണ്, കഴിഞ്ഞുപോയി. ഇഷ്തറ വാങ്ങി. അബി എന്റെ ഉപ്പ മിന്ദീലൻ ടവല് വാങ്ങി. അപ്പൊ ഇഷ്തറ എന്ന് പറഞ്ഞാൽ എന്താണ്? മാളിയായ ഫിഅലാണ്. അദ്ദനൽ മുഅദ്ദിനു, മുഅദ്ദിന് ബാങ്ക് വിളിച്ചു. ലി സലാത്തിൽ ഫജ്രി, ഏത്? സുബഹി നിസ്കാരത്തിന് വേണ്ടി. അപ്പൊ അദ്ദന എന്ന് പറഞ്ഞാൽ എന്താണ്? മാളിയായ ഫിഅലാണ്. ഇനി താഴെ കണ്ടോ, യദ്ഹബു, എല്ലാം യാ കൊണ്ട് തുടങ്ങുന്നുണ്ടോ? യദ്ഹബു അബി, എന്റെ ഉപ്പ പോകും അല്ലെങ്കിൽ പോകുന്നു. ഇല സൂക്കി, അങ്ങാടിയിലേക്ക്. യൽബസു നൗഫല, നൗഫല ധരിക്കുന്നു. കണ്ടോ? യുസല്ലിമുൽ ഉസ്താദ്, ഉസ്താദ് സലാം പറയുന്നു. അൽ അബു ഇർഹമു, ഇവിടെ ഇർഹമു യാ കൊണ്ട് തുടങ്ങുന്നു. ഇർഹമുൽ ഔലാദ, കുട്ടികളോട് കരുണ കാണിക്കുന്നു. അപ്പോൾ ഈ സെന്റൻസിലെല്ലാം ഉള്ളത് ഏതാണ്? അത് മാളിയായ ഫിഅൽ. താഴെയുള്ളതെല്ലാം മുലാരിയായ ഫിഅൽ. ഇവിടെ എല്ലാം ഒരാൾ ചെയ്ത പ്രവൃത്തിയാണ് സൂചിപ്പിക്കുന്നത്. ദഹബ ഹമീദ് എന്ന് പറയുമ്പോൾ ഹമീദ് മാത്രം, ഹമീദ് പോയി. ആഷൻ നബിയു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചു. ഹഫറ ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സ്വലാം കുഴിച്ചു. ഇഷ്തറ അബി, വാപ്പ വാങ്ങി. അദനൽ മുഅദ്ദിനു, മുഅദ്ദിന് ബാങ്ക് വിളിച്ചു. കണ്ട, ഒരാൾ ചെയ്ത പ്രവൃത്തിയാണ് ഈ ഒന്നാമത്തെ പാഠത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ മാളിയും അതിന്റെ മുലാരിയും. ഇനി അടുത്ത പാഠത്തിൽ അദർസു സാലിസ് ഇലൽ മുതവല്ലഇ എന്നുള്ള ഈ പാഠത്തിൽ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് എന്താണ്? മാളിയായ ഫിഅലിന്റെയും മുലാരിയായ ഫിഅലിന്റെയും രണ്ടാളുകൾ ചെയ്യുന്ന രൂപം. അതാണ് ഇനി അടുത്തത് പറയാനുള്ളത്. ഐഖദ ജുനൈദുൻ അഖാഹു അസ്സഗീറ നബീലൻ. ഐഖദ എന്ന് പറഞ്ഞാൽ ഉണർത്തി. ജുനൈദ് ഉണർത്തി. അഖാഹു സഗീറ, അവന്റെ ചെറിയ സഹോദരൻ നബീലൻ, നബീലിനെ. വഫഅല നബീലുൻ കമാ ഫഅല അഖൂഹു ജുനൈദ്. നബീൽ അവന്റെ സഹോദരനായ ജുനൈദ് ചെയ്തതുപോലെയൊക്കെ അവനും പ്രവർത്തിച്ചു. പിന്നെ കണ്ടോ, വഖറജ, അവർ രണ്ടുപേരും പുറപ്പെട്ടു. നമ്മൾ നേരത്തെ ഇവിടെ ഒരു ഖറജ എന്നുള്ള പ്രയോഗം നടത്തിയിരുന്നു. നേരത്തെ നമ്മൾ ഈ പാഠത്തിൽ കണ്ടോ, വഖളാ ഹാജതഹു വഖറജ മിനൽ ഖലാഇ. ഖറജ ഇവിടെ പുറപ്പെട്ടു അല്ലെ? ഖറജ, ഈ അറബി വാക്കുകളുടെ അർത്ഥം വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു. ഇവിടെ ഖറജ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ രണ്ടാമത്തെ പാഠത്തിലെത്തിയപ്പോ എന്തായി? ഖറജ എന്ന് കുറച്ച് നീട്ടി പറഞ്ഞില്ലേ? അപ്പൊ എന്താ വ്യത്യാസം? നേരത്തെ ജുനൈദ് മാത്രമായിരുന്നു, ഇവിടെ ജുനൈദും ഉണ്ട്, അവന്റെ ചെറിയ സഹോദരൻ നബീലും ഉണ്ട്. അപ്പൊ രണ്ടാളായില്ലേ? അപ്പൊ ഖറജ എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾ പുറപ്പെട്ടു. വഖറജ, അവർ രണ്ടാളുകളും പുറപ്പെട്ടു. എവിടേക്ക്? ഇലൽ മുതവല്ലഇ, ഉളു എടുക്കുന്ന സ്ഥലത്തേക്ക്. ഇനി ഇതൊക്കെ ഒന്ന് നീട്ടിയിട്ടോ പറയാ, രണ്ടാളുകളെ സൂചിപ്പിക്കുന്നതല്ലേ, അതുകൊണ്ട് ഇനി ഇതെല്ലാം അങ്ങനെയാണ് പറയാ. വഗസല, കണ്ടോ, ഫസ്റ്റ് ഫോം ഗസല, പിന്നെ ഗസല, രണ്ടുപേരും കഴുകി. കഫൈഹിമ, അവരുടെ മുൻകൈകളെ. മഅനിയത്തി അദാഇ സുന്നത്തിൽ വുളൂഇ, വുളൂഇന്റെ സുന്നത്തിനെ ഞാൻ വിട്ടുന്നു എന്ന നിയ്യത്തോടു കൂടെ മുൻകൈ രണ്ടും കഴുകി. വബസ്മല, കണ്ടോ, രണ്ടുപേരും ബിസ്മി ചൊല്ലി. ബസ്മല, രണ്ടുപേരും ബിസ്മി ചൊല്ലി. അവ്വലൻ, ആദ്യത്തിൽ. വകാന അബൂഹുമ റാഖിബൻ അഫ്ആലഹുമ, അവരുടെ വാപ്പ അവരുടെ രണ്ടാളുടെയും പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു.
കണ്ടോ, തസവ്വക രണ്ടാളുകൾ മിസ്വാക്ക് ചെയ്തു. സുമ്മ തമദ്മള രണ്ടുപേരും വായിൽ വെള്ളം കൊപ്പളിച്ചു. വസ്തൻഷഖ രണ്ടുപേരും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി. വഗസല അൽ വജ്ഹ രണ്ടുപേരും മുഖം കഴുകി. മഅനിയത്തി അദാഇ ഫർളിൽ വുളൂഇ വുളൂഇന്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടുകൂടെ. സുമ്മ യദഹുമൽ യുംന പിന്നെ രണ്ടുപേരും വലത് കൈ കഴുകി. സുമ്മൽ യുസ്റ പിന്നെ ഇടത് കൈ കഴുകി. മഅൽ മിർഫഖൈനി മുട്ടോടുകൂടെ. യുഖല്ലിലാനിൽ അസാബിഅ രണ്ടുപേരും വിരലുകളുടെ ആ ഇടക്കൊന്നിങ്ങനെ ഇടകലർത്തി. സുമ്മ മസഹ പിന്നെ രണ്ടുപേരും തടവി. അർറഅസ തല. സുമ്മൽ ഉദുനൈൻ പിന്നെ രണ്ട് ചെവികൾ. സുമ്മ ഗസല പിന്നെ അവർ രണ്ടുപേരും കഴുകി. അർരിജ്ല കാല്. അൽ യുംന വലത് കാല്. സുമ്മൽ യുസ്റ പിന്നെ ഇടത് കാല്. സലാസ മൂന്ന് തവണ. അതിനുശേഷം രണ്ടുപേരും ഉയർത്തി അല്ലെങ്കിൽ രണ്ടുപേരും ഉയർത്തുന്നു. യദൈഹിമ രണ്ടുപേരുടെയും കൈകൾ. വഅൈനൈഹിമ കണ്ണുകളും എവിടേക്ക് സമാഇ ആകാശത്തിലേക്ക്. എന്നിട്ട് വയദുആനി രണ്ടുപേരും ദുആ ചെയ്യുന്നു. ബിദ്ദുആഇൽ മഅ്സൂരി ബഅദൽ വുളൂഇ മഅ ഇസ്തിഖ്ബാലിൽ ഖിബ്ല ഖിബ്ലക്ക് മുന്നിട്ട് വളരെ ഇജാബത്തുള്ള വളരെ ശ്രേഷ്ഠമായ വുളൂഇന് ശേഷമുള്ള ദുആ അവർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പറഞ്ഞതുപോലെയല്ല ഇവിടെ ഖറജ എന്നല്ല, പിന്നെ ഖറജ, ഗസല, ബസ്മല, തമൽമല, ഇസ്തൻഷഖ, വസല, കണ്ടോ, മസഹ, വസല. അതുപോലെ മുലാരിയായ ഫീൽ എന്താണ്? യുഹല്ലിലു, യുഹല്ലിലാനി. കണ്ടോ, രണ്ടാളുകൾ വന്നപ്പോ യുഹല്ലിലാനി എന്നായി. യറുഫഉ എന്നാണ് ഫസ്റ്റ് ഫോം. ഇവിടെ കണ്ടോ യറുഫആനി ആയി. രണ്ടാളുകളുണ്ട്. യദുഉ, യദുഉവാനി. കണ്ടോ, അപ്പോൾ രണ്ടാളുകൾ ചെയ്താൽ എങ്ങനെയാണ് അത് പറയുക? നമുക്ക് പഠിക്കാനുള്ളത് മാദിയും മുലാരിയും മാത്രമാണ്. പക്ഷെ വ്യത്യാസം എന്താണ്? ഒരാൾ ചെയ്താൽ എങ്ങനെ, രണ്ടാളുകൾ ചെയ്താൽ എങ്ങനെ? അതിന്റെ മാദിയും മുലാരിയും ഒക്കെയാണ് വേറെ വേറെ രൂപത്തിൽ പറയുന്നത്. ഇവിടെ തദ്രീബാത്തുണ്ട്. നംലഉൽ ഫറാഗ ബിൽ മുനാസിബ് യോജിച്ചത് ചേർത്ത് എഴുതുക. യദ്ഹബു, യശ്റബു, യക്തുബു, യഖറഉ ഇതൊക്കെ മുലാരിയായ ഫീലാണ്. യാവ് കൊണ്ട് തുടങ്ങുന്നത് കണ്ടാൽ മുലാരിയായ ഫീലാണ് എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. അപ്പൊ ഡേഷ് അൽ ലഹു അൽ ഹലീബ സഹോദരൻ പാല് കുടിക്കുന്നു. അപ്പോ ഈ വാക്കിന്റെ അർത്ഥങ്ങൾ അറിഞ്ഞാലേ നമുക്ക് ഇവിടെ ഫില്ലാക്കാൻ പറ്റുള്ളൂ. യദ്ഹബു എന്ന് പറഞ്ഞാൽ പോകുന്നു, യശ്റബു കുടിക്കുന്നു, യക്തുബു എഴുതുന്നു, യഖറഉ വായിക്കുന്നു. അപ്പൊ യശ്റബു ലഹു അൽ ഹലീബ സഹോദരൻ പാല് കുടിക്കുന്നു. ഇനി ഡേഷ് അൽ അബൂൽ മസ്ജിദ് ഉപ്പ പള്ളിയിലേക്ക്. അപ്പൊ ഏതാ വരിക? യദ്ഹബു പോകുന്നു. ഇനി ഡേഷ് അത്താലിബു ദർസ വിദ്യാർത്ഥി പാഠം എഴുതുന്നു. അപ്പൊ യക്തുബു ത്വാലിബു അദ്ദർസ. ഇനി ഡേഷ് അൽ ഉസ്താദുൽ ഖുർആൻ ഉസ്താദ് ഖുർആൻ ഓതുന്നു. അപ്പൊ യഖറഉൽ ഉസ്താദു അൽ ഖുർആന. ഇനി ഇവിടെ ഒരു റൗണ്ടിൽ കുറെ ഫീലുകൾ തന്നിട്ടുണ്ട്. യനാമു, അൽ ഉസ്താദു, യജ്ലിസു, വത്തിഫുലു. വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ സെന്റൻസുകൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഇതൊക്കെ വിദ്യാർത്ഥികൾ എഴുതി പഠിക്കണം. പല ആളുകളും ചിലപ്പോൾ ആശയങ്ങൾ അറിയുമായിരിക്കും, എഴുതാൻ അറിയാത്തതിന്റെ പേരിൽ പ്രയാസങ്ങൾ വരാറുണ്ട്. എഴുതിയും പരിശീലിക്കണം. ഇനി ഇവിടെ നമ്മൾ ആ പാഠത്തിൽ തന്ന ഫീലുകൾ ഇവിടെ വീണ്ടും എടുത്തു തന്നിട്ടുണ്ട്. ഖറജ, ഗസല, ബസ്മല, മസഹ ഇതെല്ലാം രണ്ടാളുകൾ ചെയ്തതിനെ സൂചിപ്പിക്കുന്നതാണ്. കണ്ടോ, കുല്ലുഹ ഇതെല്ലാം അഫ്ആലുൻ മാദിയത്തുൽ ലിൽ മുസന്ന മാദിയായ ഫീൽ തന്നെയാണ്, പക്ഷേ ലിൽ മുസന്ന രണ്ടാളുകൾ ചെയ്തതിനെ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി യുഖല്ലിലാനി, യർഫആനി, യദ്ഉവാനി ഇതൊക്കെ അഫ്ആലുൽ മുദാരിഅത്തുൽ ലിൽ മുസന്ന മുദാരിയായ ഫീലാണ്, പക്ഷേ രണ്ടാളുകൾ ചെയ്തതാണ്. അപ്പൊ യുഖല്ലിലാനി എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ രണ്ടുപേര് വിരലുകൾ ഇടർത്തുന്നു. യർഫആനി രണ്ടുപേരും ഉയർത്തുന്നു. യദ്ഉവാനി രണ്ടാളുകൾ ദുആ ചെയ്യുന്നു. ആ രൂപത്തിലേക്ക് അതിന്റെ അർത്ഥം മാറും. ഇനി താഴെ നഖറഉ വനഫഹം ജുനൈദുൻ വനബീലുൻ. കണ്ടോ, ഇവിടെ ജുനൈദുൻ നബീലും ഉണ്ടായത് കൊണ്ട് യഖലാനി മിനൻ നൗം. നേരത്തെ നമ്മൾ യഖില ജുനൈദ് എന്നാ പറഞ്ഞു. ഇവിടെ എന്തായി? ജുനൈദുൻ വനബീലുൻ യഖലാനി എന്നായി. യഖലാനി. അപ്പൊ കണ്ടോ, യഖലാനി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇവിടെ ജുനൈദുൻ നബീലും രണ്ടാളുകൾ ഉണ്ടായത് കൊണ്ടാണ്. വയദ്ഹബാനി അവർ രണ്ടുപേരും പോകുന്നു. കണ്ടോ, യദ്ഹബു എന്നുള്ളത് എന്തായി മാറി? യദ്ഹബാനി എന്നായി. വഹീന യംഷിയാനി യംഷി എന്നുള്ളത് എന്തായി? യംഷിയാനി ആയി. വസല്ലബു സല്ലമ എന്നുള്ളത് സല്ലമ എന്നായി. അപ്പോൾ ആ രൂപത്തിൽ രണ്ടാളുകൾ ചെയ്തതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ മൂന്നാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അൽ മാദി, അൽ മുലാരി, മുഫ്രദ്, അൽ മുസന്ന. കണ്ടോ, ഗസല ഒരാളാണെങ്കിൽ, ഗസല രണ്ടാളാണെങ്കിൽ. ഖറജ അവരൊരു പുരുഷൻ പുറപ്പെട്ടു, ഖറജ രണ്ടാളുകൾ പുറപ്പെട്ടു. ഖാമ ഒരാൾ നിന്നു, ഖാമ രണ്ടാളുകൾ നിന്നു. ഇനി അതിന്റെ നേരെ മുലാരി, യഗ്സിലു, യഗ്സിലാനി. അപ്പൊ ഒരാൾ കഴുകുന്നു, യഗ്സിലാനി രണ്ടാളുകൾ കഴുകുന്നു. യഖ്റുജു ഒരാൾ പുറപ്പെടുന്നു, യഖ്റുജാനി രണ്ടാളുകൾ പുറപ്പെടുന്നു. യഖൂമു, യഖൂമാനി. ആ രൂപത്തിലാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇവിടെ നുതിമു ബിൽ മുനാസിബി ഇവിടെ യോജിച്ചത് ചേർത്ത് എഴുതണം. അദ്ദാരിസാനി. കണ്ടോ, അദ്ദാരിസാനി എന്ന് പറഞ്ഞാൽ തന്നെ എത്രയായി? രണ്ട് വിദ്യാർത്ഥികൾ എന്നാണ്. അപ്പൊ അതിനോട് സ്യൂട്ടായിട്ടുള്ളത് ഫീല് നമ്മൾ ഇവിടുന്ന് എടുത്ത് എഴുതണം. അദ്ദാരിസാനി യക്തുബാനി. കണ്ടോ, യക്തുബാനി തദ്രീബ. അവരെന്ത് ചെയ്യുന്നു? തദ്രീബാത്ത് നമ്മൾ എക്സസൈസ് എന്ത് ചെയ്യുന്നു? അവരെഴുതുന്നു.
ഹാമിദുൻ വ ഖാലിദുൻ, ഹാമിദും ഖാലിദും ഡാഷൽ ഖുർആന, ഖുർആൻ ഓതുന്നു എന്നാണ്. അപ്പോ യഖറഉ യഖറആനി, കണ്ടോ രണ്ടാമത്തത് യഖറആനി. അത്വാലിബാനി യലഅബാനി, രണ്ട് വിദ്യാർത്ഥികൾ കളിക്കുന്നു. എന്തുകൊണ്ട്? ബിദ്ദുവാമ, ബിദ്ദുവാമ. ഇനി ജുനൈദുൻ വ നബീലുൻ, ജുനൈദുൻ നബീലും യുനള്ളിഫാനി അൽ അസ്നാന, പല്ലുകൾ വൃത്തിയാക്കുന്നു. ഇനി ഇവിടെ വീണ്ടും തന്നിട്ടുണ്ട് ജലസ, ദഹബ, കതബ, ലഇബ. ജലസ എന്ന് പറഞ്ഞാൽ എന്താണ്? അവനൊരു പുരുഷൻ ഇരുന്നു. അപ്പൊ രണ്ടാളുകൾ ഇരുന്നു എന്ന് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? ജലസ. ദഹബ എന്നുള്ളത് ദഹബ, കതബ കതബ, ലഇബ ലഇബ. ഖാല ഖാല, തലഅ തലഅ, യുസല്ലിമു യുസല്ലിമാനി, യഅകുലു യഅകുലാനി, യജ്ലിസു യജ്ലിസാനി, യക്തുബു യക്തുബാനി, യദ്ഹബു യദ്ഹബാനി, യൽഅബു യൽഅബാനി. അപ്പോൾ ഈ 3 പാഠം ഇപ്പോൾ കഴിഞ്ഞു. ആദ്യത്തെ പാഠത്തിൽ നമ്മൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. രണ്ടാമത്തെ പാഠത്തിൽ രണ്ടാളുകൾ ചെയ്തതിന്റെ മാദിയും മുദാരിയുമാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്തത് അദ്ദർസുർ റാബിഉ, 4ാമത്തെ പാഠം. അഫ്ളലുൽ ജമാഅത്തി, ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്ത്. ഇവിടെ എന്താണ് ഇനി പറയാൻ പോകുന്നത് എന്ന് വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. മാദിയായ ഫീലും മുദാരിയായ ഫീലും തന്നെയാണ് പറയാനുള്ളത്. പക്ഷെ എന്തായിരുന്നു വ്യത്യാസം? ഇനി 3 ആളുകൾ, അതിൽ കൂടുതൽ ആളുകൾ ഒക്കെ ചെയ്താൽ എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ് ഈ പാഠത്തിൽ പറയുക. അതിന്റെ മാദിയും അതിന്റെ മുദാരിയും. ബഅദ വഖത്തിൻ ഖലീലിൻ, കുറച്ച് സമയത്തിന് ശേഷം, ജാ അൽ അഖുൽ കബീർ, വലിയ സഹോദരൻ വന്നു, വസ്സഗീറു, ചെറിയ സഹോദരനും, ലിൽ ജുനൈദി, ജുനൈദിന്റെ. അപ്പൊ എത്രയായി? 3 ആളുകളായില്ലേ? ആദ്യത്തെ പാഠത്തിൽ ജുനൈദ് മാത്രമായിരുന്നു. രണ്ടാമത്തെ പാഠത്തിൽ ജുനൈദിന്റെ ചെറിയ സഹോദരൻ നബീലും കൂടെ വന്നപ്പോ 2 ആളുകളായില്ലേ? ഇനി ഇവിടെ കുറെ ആളുകളായി, ഇപ്പൊ 3 ആളുകളായി. അപ്പൊ ഇനി ആ ഫീലിന്റെ രൂപം മാറും. നേരത്തെ ഖറജ ഖറജ 2 ഫോം കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ കുറെ ആളുകളായപ്പോ കണ്ടോ, വഖറജു, അവര് പുറപ്പെട്ടു. അപ്പൊ കുറെ ആളുകളായി. അപ്പൊ ഖറജ ഖറജ ഖറജു, അവർ കുറെ ആളുകൾ പുറപ്പെട്ടു. എവിടേക്ക്? ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക്. ആരുടെ കൂടെ? മഅ അബീഹിം, വാപ്പാന്റെ കൂടെ. വഹീനമാ കാനൂ യംശൂന, അവർ നടക്കുന്ന സമയത്ത്, ഖാല ലഹും, അവരോട് പറഞ്ഞു, അബൂഹും, അവരുടെ ഉപ്പ, ഇന്നലിൽ ജമാഅത്തി, തീർച്ചയായും ജമാഅത്ത് നിസ്കാരത്തിനുണ്ട്, ഫളലൻ അലാ സ്വലാത്തിൽ ഫദ്ദി ബി27 ദറജ, ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് അവരുടെ ഉപ്പ എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു. ഫസഅലൂഹു, അവർ വാപ്പാനോട് ചോദിച്ചു, യാ അബാന, ഓ വാപ്പ, അയ്യുൽ ജമാഅത്തി അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്ത് ഏതാണ്? ഫഅജാബ, അപ്പൊ വാപ്പ മറുപടി പറഞ്ഞു, യാ അബ്നാഇ, ഓ എന്റെ മക്കളെ, അഫ്ളലുൽ ജമാഅത്തി, ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്ത് ഏതാണ്? അൽ ജുമുഅ, ജുമുഅയാണ്, വെള്ളിയാഴ്ച ജുമുഅയാണ്. സുമ്മ സുബ്ഹുഹ, പിന്നെ അതിന്റെ സുബ്ഹിയാണ്, വെള്ളിയാഴ്ചയുടെ സുബ്ഹിയാണ്. സുമ്മ സുബ്ഹു, പിന്നെ ഏതാണ്? എല്ലാ ദിവസത്തെയും സുബ്ഹിയാണ്. സുമ്മൽ ഇശാഉ, പിന്നെ ഇശാ, സുമ്മൽ അസ്റു, പിന്നെ അസ്ർ, സുമ്മൽ ളുഹ്റു, പിന്നെ ളുഹ്ർ, സുമ്മൽ മഗ്രിബു, പിന്നെ മഗ്രിബ്. ഇങ്ങനെയാണ് ജമാഅത്തുകളുടെ ശ്രേഷ്ഠതകളുടെ ആ ഒരു പട്ടിക. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാത്തുൽ ജമാഅത്തി, ജമാഅത്ത് നിസ്കാരം, തഫ്ളലു, അത് ഇരട്ടിയാക്കുന്നു, അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്, അലാ സലാത്തിർ റജുലി വഹദഹു ബി27 ദറജ, ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം നൽകുന്നുണ്ട് ജമാഅത്ത് നിസ്കാരത്തിന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വഇൻദ റുജൂഇ മിനൽ മസ്ജിദി, അവര് പള്ളിയിൽ നിന്ന് മടങ്ങുമ്പോൾ, റഅൗ, കണ്ടോ ഇവിടെ നമ്മുടെ പോയിന്റ് അതാണ്, റഅൗ, അവര് കണ്ടു. റഅ, റഅയ, റഅൗ. റഅ എന്ന് പറഞ്ഞാൽ ഒരാൾ കണ്ടു എന്നുള്ളതിന് റഅ എന്ന് പറയാം. 2 ആളുകളാണെങ്കിൽ റഅയ, ഇവിടെ കുറെ ആളുകളില്ലേ, അതുകൊണ്ടാണ് റഅൗ, അവർ കണ്ടു. അൽ ഉമ്മാല, തൊഴിലാളികൾ. യഅമലൂന, കണ്ടോ, യഅമലൂന, അവർ പണിയെടുക്കുന്നു. അപ്പൊ 3ാമത്തെ ഫോം യഅമലു എന്ന് സർഫാക്കണം നമ്മൾ. യഅമലു, യഅമലാനി, യഅമലൂന, കണ്ടോ കുറെ ആളുകളാവുമ്പോ യഅമലൂന എന്നായി. യഅമലൂന, അവർ പണിയെടുക്കുന്നു, ഫിൽ മസ്റഇ, കൃഷിയിടത്തിൽ. വഹും, അവർ, യസ്ഖൂന സുറൂഅഹും, കൃഷികളെ നനക്കുന്നു. യസ്ഖൂന, കണ്ടോ, യസ്ഖൂന, അവർ നനക്കുന്നു. സുമ്മ വസലു, പിന്നെ അവർ എത്തിച്ചേർന്നു. അപ്പൊ വസലു എന്നുള്ള ഫീല് നമ്മൾ സർഫാക്കണം. വസല, ഫസ്റ്റ് ഫോം എന്തായിരിക്കും? അപ്പോ വസല, വസല, വസലു. വസല, ഒരാൾ എത്തിച്ചേർന്നു. വസല, 2 ആളുകൾ എത്തിച്ചേർന്നു. വസലു, കുറെ ആളുകൾ എത്തിച്ചേർന്നു. വസലു ഇലാ ബൈത്തിഹിം, അവർ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. യുസല്ലിമൂന, അവർ സലാം പറയുന്നു. അലാ അഹ്ലി ബൈത്തിഹിം, വീട്ടുകാരോട്. വയസ്തരിഹൂന, പിന്നെ അവർ വിശ്രമിക്കുന്നു. ഇനി ഇവിടെ ഈ പാഠത്തിൽ തന്ന കളർ ചെയ്യപ്പെട്ട ഫീലുകൾ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഖറജു, കാനു, സഅലു, റഅൗ, വസലു. ഇതൊക്കെ എന്താണ്? കുല്ലുഹാ അഫ്ആലുൽ മാദിയ, മാദിയായ ഫീലാണ്. എന്തിനുള്ളത്? ലിൽ ജംഇൽ മുദക്കർ, കുറേ പുരുഷന്മാർ, കുറേ ആളുകൾ ചെയ്തതിനെ സൂചിപ്പിക്കുന്നതാണ്.
പിന്നെ യഅമലൂന, യസ്കൂന, യുസല്ലിമൂന, യസ്തരിഹൂന, അതെല്ലാം എന്തായിരിക്കും? വിദ്യാർത്ഥികൾ പറഞ്ഞ് കുല്ലുഹ, അത് മുഴുവനും അഫ്ആലുൻ മുദാരിഅ, മുദാരിയായ ഫീലുകളാണ്. കാരണം അതൊക്കെ തുടക്കം യാവ് കൊണ്ടല്ലേ. അപ്പൊ യാവ് കൊണ്ട് തുടങ്ങുന്ന ഫീലുകളൊക്കെ മുദാരിയായ ഫീലാണ് എന്ന് വളരെ ബേസിക് ആയിട്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അതെല്ലാം മുദാരിയായ ഫീലാണ്. പക്ഷേ ലിൽ ജംഇൽ മുദക്കർ, കുറെ പുരുഷന്മാർ ചെയ്തതിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി ഇവിടെ അതിന്റെ തദ്രീബാത്ത് തന്നിട്ടുണ്ട്, കണ്ടോ? ഡാഷ് യക്തുബാനി ദർസ. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാവണം, യക്തുബാനി, ഇവിടെ നമ്മൾ ബ്രാക്കറ്റിൽ അൽ അബു അത്വാലിബാനി അൽ മുവല്ലഫൂന എന്നുണ്ട്. അപ്പൊ ഡാഷ് യക്തുബാനി ദർസ. യക്തുബാനി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകണം, രണ്ട് വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ രണ്ടാളുകളാണ്. യക്തുബു, യക്തുബാനി. നമ്മൾ ഓരോ ഫീലും ഇങ്ങനെ സർഫാക്കി നോക്കണം, പറഞ്ഞു നോക്കണം. അപ്പൊ നമ്മൾ 3 പാഠങ്ങൾ പഠിച്ചു അല്ലെ? യക്തുബു, ഫസ്റ്റ് പാഠം എന്തായിരുന്നു? യക്തുബു. രണ്ടാമത്തെ പാഠം യക്തുബാനി, ഇവിടെ യക്തുബൂന, മൂന്നാമത്തെ പാഠം. അപ്പൊ നമ്മളെ ചോദ്യം എന്താണ്? യക്തുബാനി ദർസ, യക്തുബാനി. അപ്പൊ രണ്ടാളുകളാണ്. അപ്പൊ രണ്ടാളുകളെ സൂചിപ്പിക്കുന്നത് ഈ ബ്രാക്കറ്റിൽ നമ്മൾ എടുത്ത് എഴുതണം അൽ അബു. അബു എന്ന് പറയുമ്പോൾ വാപ്പ ഒരാളാണ്. അത്വാലിബാനി, കണ്ടോ? അത്വാലിബാനി, 2 വിദ്യാർത്ഥികൾ. അപ്പോ അത്വാലിബാനി യക്തുബാനി ദർസ, 2 വിദ്യാർത്ഥികൾ അവർ പാഠം എഴുതുന്നു. ഇനി ഡാഷ് യഖ്റഉൽ ജരീദ, പത്രം വായിക്കുന്നു. അപ്പൊ ഇവിടെ യഖ്റഉ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫോം ആണ്. യഖ്റഉ, യഖ്റആനി, യഖ്റഊന, അങ്ങനെയല്ലേ വരിക? അപ്പൊ യഖ്റഉ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫോം ഒരാളാണെന്ന് മനസ്സിലായി. അപ്പൊ ഇവിടെ ഒരാളെ സൂചിപ്പിക്കുന്നത് ആരാണ്? അൽ അബു അല്ലേ ബ്രാക്കറ്റിൽ. അപ്പൊ അൽ അബു യഖ്റഉൽ ജരീദ. ഇനി ഡാഷ് യർജിഊന മിനൽ മസ്ന, ഫാക്ടറിയിൽ നിന്ന് മടങ്ങുന്നു. അപ്പൊ യർജിഊന എന്ന് പറയുമ്പോൾ ഏത് ഫോമാണ്? മൂന്നാമത്തെ ഫോമാണ്. യർജിഉ, യർജിആനി, യർജിഊന. അപ്പൊ കുറെ ആളുകളെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ കുറെ ആളുകളുള്ളത് ഏതാണ്? അൽ മുവല്ലഫൂൻ, തൊഴിലാളികൾ. അപ്പൊ അൽ മുവല്ലഫൂന യർജിഊന മിനൽ മസ്ന എന്നുള്ള രൂപത്തിൽ വരും. നമ്മളിപ്പോ പഠിച്ച ഈ 3 പാഠങ്ങളുടെ ഒരു ഷോർട്ടാണ് ഈ ബോക്സ്, കണ്ടോ? ഖറജ, ഖറജ, ഖറജു. ഈ മുഫ്രദ്, മുസന്ന, ജംഅ് എന്നുള്ളതിന്റെ ഉദ്ദേശം എന്താണ്? മുഫ്രദ് എന്ന് പറഞ്ഞ ഒരാണ്, ഒന്ന്, മുസന്ന 2 ആളുകൾ, ജംഅ് കുറെ ആളുകൾ. അപ്പൊ ഖറജ, പുറപ്പെട്ടു, ഒരാൾ പുറപ്പെട്ടു. ഖറജ, 2 ആളുകൾ പുറപ്പെട്ടു. ഖറജു, കുറെ ആളുകൾ പുറപ്പെട്ടു. അതിന്റെ നേരെ മുദാരി യഖ്റുജു, അവനൊരു പുരുഷൻ പുറപ്പെടുന്നു അല്ലെങ്കിൽ പുറപ്പെടും. യഖ്റുജാനി, 2 ആളുകൾ പുറപ്പെടുന്നു. യഖ്റുജൂന, കുറെ ആളുകൾ പുറപ്പെടുന്നു. ഇനി അതുപോലെ മറ്റുള്ള ഫീലുകളൊക്കെ വിദ്യാർത്ഥികൾ ഇതിൽ നോക്കി സർഫാക്കുക. കാന, കാന, കാനു, യകൂനൂന, യകൂനാനി, യകൂനൂന, സഅല, സഅല, സഅലു, അങ്ങനെ ഓരോ ഫീലുകളും വിദ്യാർത്ഥികൾ സർഫാക്കണം. ഇനി ഇവിടെ ഒരു എക്സസൈസ് തന്നിട്ടുണ്ട്. ഹാമിദുൻ ഡാഷ് അദ്ദർസ, കതബ എന്നും തന്നിട്ടുണ്ട്, കതബു എന്നും ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ഏതാണ് നമ്മൾ എഴുതേണ്ടത്? ഹാമിദ് ഒരാളാണ്. അപ്പൊ ഏതാ വരിക? കതബ എന്നാണ് വരിക. ഹാമിദ് ഒരാളല്ലേ? കതബ, കതബ, കതബു, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ച്. അപ്പൊ കതബ എന്നുള്ളത് ആരെ സൂചിപ്പിക്കുന്നു? ഒരാളെ സൂചിപ്പിക്കുന്നു. ഇവിടെ ഹാമിദ് ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ ഹാമിദുൻ കതബ ദർസ. ഇനി അത്താലിബാനി, 2 വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ ഏതാ വരിക? ലഇബ എന്നാണോ ലഇബ എന്നാണോ? ലഇബ എന്നാ വരിക. അദ്ദാരിസൂന, കുറെ ആളുകളുണ്ട്. ദഹബ എന്നാണോ ദഹബു എന്നാണോ? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു നോക്കിയാൽ മതി, സർഫാക്കിയാൽ മതി. ദഹബ, ദഹബ, ദഹബു, കണ്ടോ? ദഹബു എന്നുള്ളതല്ലേ കുറെ ആളുകളെ സൂചിപ്പിക്കാൻ. അദ്ദാരിസൂന എന്ന് പറയുമ്പോൾ കുറെ വിദ്യാർത്ഥികളല്ലേ. അപ്പൊ അദ്ദാരിസൂന ദഹബു. ഇനി അൽ ഉമ്മാൽ, തൊഴിലാളികൾ, കുറെ ആളുകളുണ്ട്. അപ്പൊ ഏതാണ്? യഅമലൂന, അമില, ഏതാണ്? യഅമലൂന, അവർ പണിയെടുക്കുന്നു. അമില എന്ന് പറഞ്ഞാൽ 2 ആളുകളല്ലേ സൂചിപ്പിക്കുന്നത്. യഅമലൂന എന്ന് പറയുമ്പോൾ കുറെ ആളുകൾ. ഇനി അൽ വാലിദാനി, അൽ വാലിദാനി ഡാഷ് അൽ ഔലാദ, മാതാപിതാക്കൾ. റബ്ബൗ എന്നാണോ റബ്ബയാ എന്നാണോ? റബ്ബു എന്ന് പറയുമ്പോൾ കുറെ ആളുകളായി. ഇവിടെ വാലിദാനി എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ 2 ആളുകളല്ലേ, ഉമ്മിപ്പി അല്ലേ. അപ്പൊ റബ്ബയ, അൽ വാലിദാനി മാതാപിതാക്കൾ. റബ്ബയ, അവർ കരുണ കാണിച്ചു. അൽ ഔലാദ, മക്കളോട്. ഇനി അൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ കുറെ ആളുകളില്ലേ. അപ്പൊ യദ്ഹബാനി എന്നാണോ യദ്ഹബൂന എന്നാണോ? യദ്ഹബൂന, യദ്ഹബു, യദ്ഹബാനി, യദ്ഹബൂന, അങ്ങനെയല്ലേ പഠിച്ച്. അൽ മുഅല്ലിമൂന, വിദ്യാർത്ഥികൾ. അൽ മുഅല്ലിമൂന, അധ്യാപകർ. കതബു അല സബൂറ, അവരെന്ത് ചെയ്തു? ബ്ലാക്ക് ബോർഡിൽ എഴുതി. ഇവിടെ ബ്രാക്കറ്റിൽ കതബ എന്നുണ്ട്, കതബു എന്നുണ്ട്. അൽ മുഅല്ലിമൂന എന്ന് പറയുമ്പോൾ കുറെ ആളുകളായില്ലേ, കുറെ ഉസ്താദുമാർ, കുറെ അധ്യാപകർ എന്നായില്ലേ. അപ്പോൾ കതബു. അതുപോലെ നമ്മൾ ഇവിടെ ശേഷമുള്ളത് പൂരിപ്പിക്കണം. ഫതഹ, ഫതഹ, ഫതഹു, ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ശേഷമുള്ള ഫീലുകൾ അമില, അമില, അമിലു, സല്ലമ, സല്ലമ, സല്ലമു, ഖാല, ഖാല, ഖാലു. വളരെ സിമ്പിൾ ആണ്. മാദിയായ ഫീല്, മുദാരിയായ ഫീല്, യഅമലു, യഅമലാനി, യഅമലൂന. അതുപോലെ ഓരോ ഫീലുകളും വിദ്യാർത്ഥികൾ ഇതുപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഇനി 5ാമത്തെ പാഠത്തിൽ അമ്മത്തിൽ ഉമ്മു, അമ്മത്തിൽ ഉമ്മു, ഉമ്മ ഇമാമായി. അമ്മത്തിൽ ഉമ്മു, ഉമ്മ ഇമാമായി. ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മൾ ഇതുവരെ പറഞ്ഞ വിഷയം ഒരു പുരുഷൻ ചെയ്തത്, 2 പുരുഷന്മാർ ചെയ്തത്, കുറെ പുരുഷന്മാർ ചെയ്തത്. ഇനി ശേഷം പറയാനുള്ളത് ഒരു സ്ത്രീ ചെയ്തത്, അതിന്റെ മാദിയായ ഫീല്, അതിന്റെ മുദാരിയായ ഫീല്. ഇവിടെ ഈ പാഠത്തിൽ
ഒരു സ്ത്രീ ചെയ്തതും രണ്ട് സ്ത്രീകൾ ചെയ്തതും ഒക്കെ ഒരുമിച്ചാണ് പറയുന്നത്. നമ്മൾ ഇതെല്ലാം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആദ്യം ആമുഖമായിട്ട് ആ 14 രൂപങ്ങളും നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് വിദ്യാർത്ഥികൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കും. യഖിലത്തുൽ ഉമ്മ ഉണർന്നു, ഖബലൽ ഫജ്രി ഫജ്റിന് മുമ്പ്, വസല്ലത്ത് ഉമ്മ നിസ്കരിച്ചു, സലാത്ത തഹജ്ജുദ് നിസ്കാരം, വഅയ്ഖലത്ത് ഉമ്മ ഉണർത്തി, ഇബ്നതൈഹ ലബീബ വ ജുമാന ഉമ്മയുടെ രണ്ട് മക്കളായ ലബീബയെയും ജുമാനയെയും, വയഖിലത ലബീബയും ജുമാനയും ഉണർന്നു, മിനൻ നൗമി ഉറക്കിൽ നിന്ന്, എങ്ങനെ? തദ്കുറാനില്ലാഹ് അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട്, വനല്ലഫത രണ്ടുപേരും വൃത്തിയാക്കി, അൽ അസ്നാന പല്ലുകൾ, ബിൽ ഫുർഷാത്ത് ബ്രഷ് കൊണ്ട്, വൽ മഅജൂൻ പേസ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട്, വതവല്ലഅത രണ്ടുപേരും വുളു എടുത്തു, സുമ്മ റഫഅത ഐദിയഹുമാ വഅൈനൈഹിമാ ഇല സമായി പിന്നെ രണ്ടുപേരും ആകാശത്തിലേക്ക് കൈയും കണ്ണൊക്കെ ഉയർത്തി, മഅ ഇസ്തിഖ്ബാലിൽ ഖിബ്ല ഖിബ്ലയിലേക്ക് മുന്നിട്ട്, തശ്ഹദാനി വതദഉവാനി ബിമാ തഅല്ലമത ഖബ്ലു മുമ്പ് പഠിച്ച ദുആ വുളുവിന് ശേഷമുള്ള ദുആ അവർ ചൊല്ലി, വഅമ്മത്തുൽ ഉമ്മ ഇമാമായി ലി സ്വലാത്തി സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി, വസഫത അവർ രണ്ടുപേരും സഫ് കെട്ടി, ഖൽഫഹ ഉമ്മയുടെ പിറകിൽ. അപ്പോൾ ഇവിടെ കണ്ടോ പ്രത്യേകമായി കളർ ചെയ്യപ്പെട്ട എന്താണ് അതിന്റെ അർത്ഥം? നേരത്തെ നമ്മൾ ജുനൈദ് ഉണർന്നു എന്നുള്ളതിന് യഖില ജുനൈദ് എന്നല്ലേ പറഞ്ഞത്, ഇവിടെ യഖിലത്തുൽ ഉമ്മൂനായി. അപ്പൊ നമ്മൾ ആ യഖില എന്നുള്ള ഫീൽ സർഫാക്കണം. യഖില അവരൊരു പുരുഷൻ ഉണർന്നു, യഖില രണ്ടാളുകൾ ഉണർന്നു, യഖിലു കുറെ ആളുകൾ ഉണർന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ ലൈന് ആരെ സൂചിപ്പിക്കുന്നതാണ്? മുമ്പിലില്ലാത്ത സ്ത്രീകളെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഉമ്മ പെണ്ണല്ലേ, അതുകൊണ്ടാണ് യഖിലത്ത് എന്ന് വന്നത്. ഇനി ഇവിടെ കണ്ടോ യഖിലത രണ്ടാമത്തെ ലൈനിൽ ഇവിടെ കളർ ചെയ്യപ്പെട്ട യഖിലത മിനൻ നൗമി എന്ന് കണ്ടോ, ലബീബ ജുമാന കഴിഞ്ഞിട്ട് യഖിലത. അപ്പൊ കണ്ടോ യഖിലത രണ്ട് പെണ്ണുങ്ങളായപ്പോ എന്തായി? യഖിലത എന്നായി. ഇനി വസല്ലൈന അവര് നിസ്കരിച്ചു, സ്വലാത്ത് സുബഹി നിസ്കാരം, ജമാഅത്തായിട്ട്. ഇവിടെ കണ്ടോ സല്ലൈന എന്നുള്ള ഫോം. അപ്പൊ സല്ല എന്നുള്ളത് സർഫാക്കുമ്പോ സല്ലു അത് ആദ്യത്തെ 3 ലൈന് പുരുഷന്മാരെ സൂചിപ്പിക്കുന്നത്. ഇവിടെ സല്ലത്ത് സല്ലൈന. അപ്പൊ സല്ലൈന എന്നായില്ലേ? എന്തുകൊണ്ടാ സല്ലൈന എന്ന് പറഞ്ഞത്? ഇവിടെ ലബീബുണ്ട്, ജുമാനിയുണ്ട്, ഉമ്മയുണ്ട്, 3 പെണ്ണുങ്ങളായില്ലേ. അപ്പൊ ഈ പാഠത്തിൽ പറയുന്നത് ഒരു സ്ത്രീ, 2 സ്ത്രീകൾ, കുറെ സ്ത്രീകൾ പ്രവർത്തിച്ചതിനെ സൂചിപ്പിക്കുന്ന ഫീലുകളുടെ വ്യത്യാസങ്ങളാണ് ഈ പാഠത്തിൽ പറയുന്നത്. അതിന്റെ മാളിയും മുലാരിയും. വസല്ലൈന അവർ നിസ്കരിച്ചു, സലാത്ത് സുബഹി നിസ്കാരം, ജമാഅത്തായിട്ട്. വഫി സുബഹിയിൽ കാനത്തുൽ ഉമ്മു തഖുനുതു ഉമ്മ ഖുനൂത്ത് ഓതിയിരുന്നു, വഹുമാ അവർ രണ്ടുപേരും തുഅമ്മിനാനി ആമീൻ പറയുന്നവരായിരുന്നു, ലിദുആഇഹ ഉമ്മയുടെ ദുആയിനിക്ക്. വഫി ഹാലത്തി സനാഇന്റെ അവസരത്തിൽ, സനാ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഖുനൂത്ത് ഓതുന്ന സമയത്ത് ഫൈനക തഖളി വലാ യുഖള അലൈക, അവിടുന്ന് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് അതുവരെയാണ് സനാ എന്ന് പറയാ. അത് ഇമാമും മാമും ഒക്കെ ഒരുമിച്ചാണ് ചെല്ലേണ്ടത്. വഫി ഹാലത്തി സനാഇന്റെ അവസരത്തിൽ ഖറഅന സനാഅ മഅൻ അവരൊരുമിച്ച് ചൊല്ലി. വകാനത്ത് ആദതുഹുന്ന ബഅദ സുബഹിക്ക് ശേഷം അവരുടെ പതിവ് എന്താണ്? അന്നഹുന്ന യഖറഅന മിനൽ ഖുർആനി കുല്ല യൗമിൻ ജുസ്അ എല്ലാ ദിവസവും ഖുർആനിൽ നിന്ന് ഒരു ജുസ്അ പാരായണം ചെയ്യും. സുമ്മ യശ്ഗൽന ഫിൽ അഅമാലിൽ മൻസിലിയ പിന്നെ അവർ വീട്ടു ജോലികൾ ചെയ്യും. അപ്പോൾ ഇവിടെ യഖറഅന കണ്ടോ, യഖറആനി യഖറഊന നമ്മുടെ മുമ്പത്തെ പാഠങ്ങൾ. ഇനി തഖറആനി യഖറഅന. അപ്പൊ തഖറഉ എന്ന് പറയുമ്പോൾ എന്താണ്? അവളൊരു സ്ത്രീ വായിക്കുന്നു അല്ലെങ്കിൽ ഓതുന്നു. തഖറആനി 2 സ്ത്രീകൾ ഓതുന്നു. ഇവിടെ കുറെ ആളുകളില്ലേ, ഉമ്മി മക്കളൊക്കെ അല്ലേ, അതുകൊണ്ടാണ് യഖറഅന അവർ കുറെ സ്ത്രീകൾ ഓതുന്നു. മിനൽ ഖുർആനി ഖുർആനിൽ നിന്ന് കുല്ല യൗമിൻ എല്ലാ ദിവസവും ജുസ്അൻ ഒരു ജുസ്അ. സുമ്മ യശ്ഗൽന പിന്നെ അവര് ഏർപ്പെടുന്നു, ജോലി ചെയ്യുന്നു, ഫിൽ അഅമാലിൽ മൻസിലിയ വീട്ടു ജോലികൾ. ജുമാന തദറുസു അവൾ പഠിക്കുന്നു. അപ്പൊ നമ്മൾ നേരത്തെ ദറസ എന്നുള്ളൊരു ഫീല് പരിചയപ്പെട്ടിരുന്നില്ലേ? ദറസ ദർഫാക്കുമ്പോ ദറസു അത് മാലിയായ ഫീലാണ്. ഇവിടെ തദറുസു. അപ്പൊ ദറസ എന്നുള്ളതിന്റെ മുലാരി എന്താണ്? യദുറുസാനി യദുറുസൂന തദറുസു. കണ്ടോ, ജുമാന പെണ്ണാണ്, അതുകൊണ്ട് തദറുസു. ജുമാന തദറുസു അവൾ പഠിക്കുന്നു, ഫിസ്സഫിൽ ഖാമിസി 5ാം ക്ലാസ്സിൽ. ലബീബ തദറുസു അവൾ പഠിക്കുന്നു, ഫിസ്സഫി സാലിസി 3ാം ക്ലാസ്സിൽ. വഹുമാ രണ്ടുപേരും തദറുസാനി. കണ്ടോ, 2 പെണ്ണുങ്ങളുള്ളത് കൊണ്ട് തദറുസാനി രണ്ടുപേരും പഠിക്കുന്നു. ഫിൽ മദ്റസത്തിൽ ഇബ്തിദാഇയ്യതി വതഹദുറാനി ദായിമൻ ഫിസ്സഫ് എല്ലാ ദിവസവും അവർ ക്ലാസ്സിൽ ഹാജരാവുന്നു.
അപ്പൊ ഇവിടെ ഈ പാഠത്തിൽ ഇനി പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട് യഖിലത്ത്, സല്ലത്ത്, ഐഖലത്ത്, കാലത്ത്, അമ്മത്ത്, കാനത്ത്, ഇതൊക്കെ കുല്ലുഹാ അഫ്ആലുൻ മാദിയ, മാദിയായ ഫീലാണ് ലിൽ മുഅന്നസിൽ മുഫ്രദിൽ ഗായിബി, മറഞ്ഞ നമ്മുടെ മുമ്പിലില്ലാത്ത സ്ത്രീകൾ ചെയ്തതിനെ സൂചിപ്പിക്കുന്നതാണ് യഖിലത്ത്. അപ്പൊ യഖിലത്ത് എന്ന് പറഞ്ഞാൽ ഉണർന്നു, സല്ലത്ത് അവൾ നിസ്കരിച്ചു, ഐഖലത്ത് അവൾ ഉണർത്തി, കാലത്ത് അവൾ പറഞ്ഞു, അമ്മത്ത് അവൾ ഇമാമായി, കാനത്ത് ആയിരുന്നു. കണ്ട, ഇതെല്ലാം ഒരു സ്ത്രീ ചെയ്തതിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി അതിന്റെ താഴെ യഖിലത്താ, നല്ലഫത്താ, തവല്ലത്താ, അതൊക്കെ എന്താണ്? കുല്ലുഹാ അഫ്ആലുൻ മാദിയത്തുൽ ലിൽ മുഅന്നസി അൽ മുസന്ന അൽ ഗായിബി, മുമ്പിലില്ലാത്ത രണ്ട് സ്ത്രീകൾ ചെയ്തതിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി ശേഷം സല്ലൈന, ഖറഇന, അത് ഹുമ, അത് രണ്ടും ഫിഅലാനി മാദിയാനി, മാദിയായ ഫീലാണ് ലിൽ ജംഇൽ മുഅന്നസിൽ ഗായിബി, മുമ്പിലില്ലാത്ത കുറേ സ്ത്രീകൾ ചെയ്തതിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി അതിനുശേഷം തദ്റുസു, തഖ്നുതു, ഹുമ ഫിഅലാനി മുളാരിആനി, മുളാരിയായ ഫീലാണ് ലിൽ മുഫ്രദിൽ മുഅന്നസിൽ ഗായിബി, നമ്മുടെ മുമ്പിലില്ലാത്ത സ്ത്രീകൾ ചെയ്തതിനെ സൂചിപ്പിക്കുന്ന മുളാരിയായ ഫീലാണ്. ഇനി ശേഷം തദ്കുറാനി, തദ്ഉവാനി തുടങ്ങിയ ഫീലുകൾ, അതൊക്കെ എന്താണ്? കുല്ലുഹാ അഫ്ആലുൽ മുളാരിഅത്തുൽ ലിൽ മുഅന്നസി അൽ മുസന്ന അൽ ഗായിബി, നമ്മുടെ മുമ്പിലില്ലാത്ത മറഞ്ഞ രണ്ട് സ്ത്രീകൾ ചെയ്തതിനെ സൂചിപ്പിക്കുന്നതാണ്. യഖ്റഇന, യശ്ഗൽന, അത് രണ്ടും ഹുമ ഫിഅലാനി മുളാരിആനി ലിൽ ജംഇൽ മുഅന്നസി അൽ ഗായിബി, നമ്മുടെ മുമ്പിലില്ലാത്ത കുറെ സ്ത്രീകൾ ചെയ്തതിനെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ആകെ മൊത്തം എന്തായി? നമ്മൾ ഇത്രയും പാഠങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചത് മുമ്പിലില്ലാത്ത ഒരാണ്, രണ്ടാണുങ്ങൾ, കുറെ ആണുങ്ങൾ, മുമ്പിലില്ലാത്ത ഒരു പെണ്ണ്, രണ്ട് പെണ്ണുങ്ങൾ, കുറെ പെണ്ണുങ്ങൾ ചെയ്തതിന്റെ മാദിയും മുളാരിയുമായ ഫീലുകളുടെ വ്യത്യസ്ത രൂപങ്ങൾ ഇത്രയും പാഠങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചു. ഇനി ഇവിടെ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് തന്നിട്ടുണ്ട്, കണ്ടോ? ഖറഅത്ത്, ഖറഅതാ, ഖറഇന. ഖറഅത്ത് അവളൊരു സ്ത്രീ വായിച്ചു, ഖറഅത രണ്ട് സ്ത്രീകൾ വായിച്ചു, ഖറഇന അവർ കുറെ സ്ത്രീകൾ വായിച്ചു. ഇനി ഖറഅ എന്നുള്ളതിന്റെ അപ്പൊ നമ്മൾ മുമ്പത്തെ പാഠത്തിലേക്ക് കൂടെ ചേർക്കണം. ഖറഅ എന്നുള്ള ഫീൽ തുടക്കം മുതൽ സർഫാക്കണം. ഖറഅ, ഖറഅ, ഖറഉ, ഖറഅ അവനൊരു പുരുഷൻ വായിച്ചു, ഖറഅ രണ്ടാളുകൾ വായിച്ചു, ഖറഉ കുറെ ആളുകൾ വായിച്ചു. ശേഷം ഖറഅത്ത് അവളൊരു സ്ത്രീ വായിച്ചു, ഖറഅത അവർ രണ്ട് സ്ത്രീകൾ വായിച്ചു, ഖറഇന കുറെ സ്ത്രീകൾ വായിച്ചു. ആ രൂപത്തിൽ നമ്മൾ സർഫാക്കി നോക്കണം. അപ്പൊ 6 രൂപങ്ങൾ, 6 ഫോമുകൾ നമ്മൾ കൃത്യമായി പഠിച്ചു, മാദിയും മുളാരിയും. ഇനി ഖറഅ എന്നുള്ളതിന്റെ നേരെ മുളാരി, കണ്ടോ? തഖ്റഉ, അതിന്റെ ഫസ്റ്റ് ഫോം എന്തായിരുന്നു? പുരുഷന്മാരാണെങ്കിൽ എന്തായിരുന്നു? അത് വിദ്യാർത്ഥികൾക്ക് ഓർമ്മ വേണം, യഖ്റഉ എന്നായിരുന്നു. യഖ്റഉ, യഖ്റആനി, യഖ്റഊന, തഖ്റഉ, തഖ്റആനി, യഖ്റഇന. യഖ്റഉ എന്ന് പറയുമ്പോൾ അവനൊരു പുരുഷൻ വായിക്കുന്നു, യഖ്റആനി രണ്ടാളുകൾ വായിക്കുന്നു, യഖ്റഊന കുറെ ആളുകൾ വായിക്കുന്നു. ഇവിടെ തഖ്റഉ അവൾ ഒരു സ്ത്രീ വായിക്കുന്നു, തഖ്റആനി രണ്ട് സ്ത്രീകൾ വായിക്കുന്നു, യഖ്റഇന കുറെ സ്ത്രീകൾ വായിക്കുന്നു എന്നുള്ള രൂപത്തിലേക്ക് അർത്ഥം വരും. അപ്പോൾ 6 രൂപങ്ങൾ, മാദിയായ ഫീലിന്റെയും മുളാരിയായ ഫീലിന്റെയും 6 രൂപങ്ങൾ നമ്മൾ ഇത്രയും പാഠങ്ങളിലായിട്ട് പഠിച്ചു. ഇവിടെ വേറെയും കുറെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്, അതെല്ലാം വിദ്യാർത്ഥികൾ എഴുതിയും പറഞ്ഞും പരിശീലിക്കേണ്ടതുണ്ട്. ദറസ തന്നിട്ടുണ്ട്, സല്ല, സല്ലമ, ഇതൊക്കെ വ്യത്യസ്ത ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. എല്ലാം കൂടെ ഇവിടെ നമ്മൾ വിശദീകരിക്കുന്നില്ല, വിദ്യാർത്ഥികൾ ഇതെല്ലാം സ്വന്തമായിട്ട് പറഞ്ഞു പരിശീലിക്കുക. ഇനി ഇവിടെ ഒരു ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആയിട്ട് തന്നിട്ടുണ്ട്. ഡാഷ് അൽ ഉമ്മു അൽ ബാഹത ബിൽ മിക്നസതി, ചൂലുകൊണ്ട് മുറ്റം അടിച്ചുവാരി, ഉമ്മ അടിച്ചുവാരി വൃത്തിയാക്കി എന്നാണ്. അപ്പൊ നല്ലഫത്ത് എന്നുണ്ട്, അക്കല എന്നും ബ്രാക്കറ്റിലുണ്ട്. അർത്ഥം വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. നല്ലഫ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കി. അവിടെ ഉമ്മ പെണ്ണായത് കൊണ്ടാണ് നല്ലഫത്ത് എന്ന് വന്നത്. നല്ലഫ, നല്ലഫ, നല്ലഫു, നല്ലഫത്ത്. കണ്ടോ? രണ്ടാമത്തെ സ്റ്റെപ്പ് നല്ലഫത്ത്, അവൾ വൃത്തിയാക്കി. അപ്പൊ അവിടെ ഉമ്മ പെണ്ണല്ലേ, അതുകൊണ്ട് നല്ലഫത്തിൽ ഉമ്മു എന്ന് എഴുതണം. അദ്ദാരിസു, അദ്ദാരിസു എന്ന് പറയുമ്പോ വിദ്യാർത്ഥി ആണാണെന്ന് മനസ്സിലായി. ഇവിടെ യൻഹദൂന്നുണ്ട്, യർജിഉന്നുണ്ട് ബ്രാക്കറ്റിൽ. ഏതാ വേണ്ടത്? അദ്ദാരിസു യർജിഉ മിനൽ മദ്രസതി, വിദ്യാർത്ഥി മദ്രസയിൽ നിന്ന് മടങ്ങുന്നു. എപ്പോൾ? മസാഅൻ, വൈകുന്നേരം. ഇനി ഡാഷ് അൽ ഉമ്മു അലൽ വലദി, ഉമ്മ കുട്ടിയോട് സലാം പറയുന്നു. അപ്പൊ യർജിഉന്നുണ്ട്, തുസല്ലിമുന്നുണ്ട്. ഏതാ വേണ്ടത്? തുസല്ലിമു, തുസല്ലിമുൽ ഉമ്മു, ഉമ്മ സലാം പറയുന്നു. അടുത്തത് ലബീനയും ലബീബയും ജുമാനയും ഡാഷ് ബിൽ ഹബലി, കയറുകൊണ്ട് കളിക്കുന്നു. തൽഅബാനി എന്നുണ്ട്, യൽഅബാനി എന്നുണ്ട്. ഏതാണ് എഴുതേണ്ടത്? വിദ്യാർത്ഥികൾ പറയണം, നമ്മൾ സർഫാക്കണം. ഇവിടെ ലബീബി ജുമാനി പെണ്ണാണ്, അപ്പൊ നമ്മൾ യൽഅബു എന്നുള്ള ഫീൽ ഇങ്ങനെ സർഫാക്കുക. മുളാരിയായ ഫീൽ അല്ലേ? യൽഅബു, യൽഅബാനി, യൽഅബൂന. കണ്ടോ? അതിൽ യൽഅബാനി വരുന്നുണ്ട്. യൽഅബാനി ആണുങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ ലബീബയും ജുമാനയും പെണ്ണുങ്ങളാണ്, അപ്പൊ തൽഅബാനി എന്നാണ് വേണ്ടത്. യൽഅബു, യൽഅബാനി, യൽഅബൂന, തൽഅബു, തൽഅബാനി. കണ്ടോ? തൽഅബാനി എന്ന് പറയുമ്പോൾ രണ്ട് സ്ത്രീകളെ സൂചിപ്പിക്കുന്നതായില്ലേ? ഇവിടെ ലബീബി ജുമാനി സ്ത്രീകളല്ലേ? ആ രൂപത്തിൽ വ്യത്യാസം മനസ്സിലാക്കണം.
ഹാമിദുൻ വ ഖാലിദുൻ ഡാഷ്. കണ്ടോ, ഹാമിദും ഖാലിദുൻ യദ്റുസാനി. രണ്ടാമത്തത് യദ്റുസാനി. തക്തുബാനി എന്നല്ല, തക്തുബാനി എന്നുള്ളത് സ്ത്രീകളെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ ഹാമിദും ഖാലിദും പുരുഷന്മാരല്ലേ, അപ്പൊ യദ്റുസാനി. ഇനി ഡാഷ് അൽ മുസാഫിറു ഇലാ ദുബൈ. യാത്രക്കാരൻ ദുബൈയിലേക്ക് പോയി. അപ്പൊ ഏതാണ്? ദഹബ, ദഹബൽ മുസാഫിറു. ഇനി അടുത്തത് അൽ ആമിലൂന മിനശ്ശരിക്കത്തി. കമ്പനിയിൽ നിന്ന് ജോലിക്കാർ മടങ്ങുന്നു. കണ്ടോ, യർജിഊന എന്നാണ് വേണ്ടത്. കുറെ തൊഴിലാളികളില്ലേ, അൽ ആമിലൂൻ എന്നല്ലേ, അപ്പൊ യർജിഊൻ എന്നുള്ളത്. അസാരി ആനി കർഷകർ, രണ്ട് കർഷകരാണ്. കണ്ടോ, അസാരി ആനി രണ്ട് കർഷകർ. ഡാഷ് ഇലൽ മസ്റഅത്തി സബാഹൻ. കൃഷിയിടത്തിലേക്ക് രാവിലെ പോകുന്നു, പോയി. അപ്പൊ ലൈബു എന്നാണോ ദഹബ എന്നാണോ? ദഹബ, ദഹബ. കണ്ടോ, രണ്ടാളുകൾ പോയി എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നത് ദഹബ. അപ്പൊ അസാരി ആനി ദഹബ. ഇനി ഹബീബയും ജുമൈലയും രണ്ടും പെണ്ണുങ്ങളാണ്. ഡാഷ് മിനൻ നൗമി മുബക്കിറത്തൈനി യഖിലത എന്നവര്, യഖിലത. അപ്പൊ ഹബീബ വ ജുമൈല യഖിലത, രണ്ടുപേരും ഉണർന്നു. മിനൻ നൗമി, ഉറക്കിൽ നിന്ന്, മുബക്കിറത്തൈൻ, വളരെ നേരത്തെ. ഇനി അൽ ബനാത്തു, പെൺകുട്ടികൾ. കുറെ ആളുകളുണ്ട്. ഡാഷ് അൽ ഹലീബ, പാല് കുടിച്ചു. അപ്പൊ കുറെ പെൺകുട്ടികൾ പാല് കുടിച്ചു എന്നാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ഷെരിബു എന്നുണ്ട്, ഷെരിബിന എന്നുണ്ട്. അപ്പൊ നമ്മൾ ഷെരിബ സർഫാക്കണം. ഷെരിബ, ഷെരിബ, ഷെരിബു, ഷെരിബത്ത്, ഷെരിബത്ത, ഷെരിബിന. കണ്ടോ, അവസാനത്തെ ഫോം അതല്ലേ കുറെ പെണ്ണുങ്ങളെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഷെരിബിന. അൽ ബനാത്തു ഷെരിബിന അൽ ഹലീബ. അത്താലിബൂന, വിദ്യാർത്ഥികൾ. കുറെ ആളുകളുണ്ട്. സല്ലൗ, സല്ല. ബ്രാക്കറ്റിൽ രണ്ടും ഉണ്ട്. സല്ലൗ, സല്ല. ഏതാ വരിക? സല്ലൗ എന്ന വരിക. സല്ല എന്നുള്ളത് ഒരാളെ സൂചിപ്പിക്കുന്നതാണ്. സല്ല, സല്ലയ, സല്ലൗ. ഇവിടെ താലിബൂന കുറെ ആളുകളില്ലേ, അപ്പൊ താലിബൂന സല്ലൗ അൽദുഹ്റ. ഇനി അടുത്തത് അവസാനത്തത് അദ്ദാരിസാത്തു, വിദ്യാർത്ഥിനികൾ. കുറെ ആളുകളുണ്ട്. അപ്പൊ ഏതാ വരിക? യക്തുബൂന, പെൺകുട്ടികളല്ലേ, അപ്പൊ അതുകൊണ്ട് യക്തുബൂന എന്നുള്ളത് ആണുങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അദ്ദാരിസാത്തു എന്ന് പറയുമ്പോൾ പെൺകുട്ടികളാണ്. അപ്പൊ അദ്ദാരിസാത്തു യക്തുബൂന, യക്തുബൂന തദ്രീബാത്ത്, തദ്രീബാത്ത് അവരെഴുതുന്നു. ഇനി അടുത്തത് നഖറഉ വ നതദവ്വഖു. ഹാജറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയി. മിൻ മക്കത്തൽ മുകറമ, മക്കയിൽ നിന്ന്, മഅ അബീ ബക്കറിൻ റളിയല്ലാഹു അൻഹു ഇലൽ മദീന. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മദീനയിലേക്ക് ഹിജ്റ പോയി. അവലൻ, ആദ്യത്തിൽ, വസല, അവർ രണ്ടുപേരും എത്തിച്ചേർന്നു. ഇലാ ഗാരി സൗരിൻ, ആറ് സൗറിലേക്ക്. വമകസ, കണ്ടോ അവിടൊക്കെ വസല, മകസ. രണ്ടുപേരുണ്ടായതുകൊണ്ടാണ്, മുത്തുനബി അബൂബക്കർ തങ്ങളും ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇവിടെ രണ്ടാളുകൾ എന്നുള്ള രൂപത്തിലേക്ക് പറയുന്നത്. വമകസ, അവർ രണ്ടുപേരും താമസിച്ചു. ഹുനാക്ക, ആ ആറ് സൗറില്, സലാസത അയ്യാമിൻ, 3 ദിവസങ്ങൾ. വ ഖുറൈശുൻ യത്ലുബൂനഹുമ, ഖുറൈശികൾ രണ്ടുപേരെയും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. സുമ്മ ഖറജ, പിന്നെ അവർ രണ്ടുപേരും പുറപ്പെട്ടു. ഇലൽ മദീന, മദീനയിലേക്ക്. വകാന ഇസ്മുൽ മദീനത്തി ഖബ്ലൽ ഹിജ്റ, ഹിജ്റയുടെ മുമ്പ് മദീനയുടെ പേരെന്തായിരുന്നു? യസ്രിബ് എന്നായിരുന്നു. ആശ ഫീഹാ അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ, മുത്തുനബി മദീനയിൽ 10 വർഷം ജീവിച്ചു. ഇനി അതുമായി ബന്ധപ്പെട്ട, ആ പാരഗ്രാഫുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ്. മിൻ ഐന ഹാജറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, എവിടുന്നാണ് മുത്തുനബി ഹിജ്റ പോയത്? മക്കയിൽ നിന്നാണ്. ഇലാ ഐന, എവിടേക്കാണ്? മദീനയിലേക്കാണ്. മൻ കാന മഅഹു, ആരാണ് മുത്തുനബിയോടൊപ്പം ഉണ്ടായിരുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. ഇലാ ഐന വസല അവലൻ, ആദ്യം അവർ എവിടെയാണ് എത്തിച്ചേർന്നത്? ഗാറു സൗറിലാണ്. കം യൗമൻ മക്കസ ഫിൽ ഗാരി, ഗാറു സൗറിൽ എത്ര ദിവസം അവർ താമസിച്ചു? 3 ദിവസം. മാദാ കാന ഇസ്മുൽ മദീനത്തി ഖബ്ലൽ ഹിജ്റ, ഹിജ്റയുടെ മുമ്പ് മദീനയുടെ പേരെന്തായിരുന്നു? യസ്രിബ് എന്നായിരുന്നു. കം സനതൻ ആശ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീന, എത്ര വർഷമാണ് മദീനയിൽ മുത്തുനബി ജീവിച്ചത്? 10 വർഷം. ഇനി ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്, നമ്മളിപ്പോ പഠിച്ച വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്നത്. കണ്ടോ, മാദിയായ ഫീല്, മുലാരിയായ ഫീല്, അതിന്റെ 6 രൂപങ്ങളാണ് ഇത്രയും പാഠങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞത്. ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്, ജലസ, 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 ജലസു, ജലസത്ത്, ജലസത്ത, ജലസ്ന. ഇത്രയാണ് ഈ ഇതുവരെയുള്ള പാഠങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചത്. ജലസ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വിദ്യാർത്ഥികൾക്ക് അറിയാം. ജലസ എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ ഇരുന്നു. ജലസ, 2 ആളുകൾ ഇരുന്നു. ജലസു, കുറെ ആളുകൾ ഇരുന്നു. ജലസത്ത്, അവൾ ഒരു സ്ത്രീ ഇരുന്നു. ജലസത്ത, 2 സ്ത്രീകൾ ഇരുന്നു. ജലസ്ന, കുറെ സ്ത്രീകൾ ഇരുന്നു. ഈ മാദിയായ ഫീലിന്റെ 6 രൂപങ്ങളാണ് ഇതുവരെയുള്ള പാഠങ്ങളിൽ പഠിച്ചത്. ഇനി അതിന്റെ തന്നെ നേരെ മുതാരി, യജ്ലിസു, അവനൊരു പുരുഷൻ ഇരിക്കുന്നു. യജ്ലിസാനി, 2 പുരുഷന്മാർ ഇരിക്കുന്നു. യജ്ലിസൂന, കുറെ പുരുഷന്മാർ ഇരിക്കുന്നു. തജ്ലിസു, അവൾ ഒരു സ്ത്രീ ഇരിക്കുന്നു. തജ്ലിസാനി, 2 സ്ത്രീകൾ ഇരിക്കുന്നു. യജ്ലിസിന, കുറെ സ്ത്രീകൾ ഇരിക്കുന്നു. ആ രൂപത്തിൽ അർത്ഥവ്യത്യാസം വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഇനി ഇവിടെ നുസരിഫു കമാഫിൽ മിസാലി വനക്തുബുഹാ ഫി ദഫാതിർ, ഇവിടെ തന്നത് നമ്മൾ എന്ത് ചെയ്യണം? സർഫാക്കണം. കതബ, കതബ, കതബു, കതബത്ത്, കതബത. നജഹ, നജഹ, നജഹു, നജഹത്ത്, നജഹത. സല്ലമ, തഅല്ലമ, ഓരോ ഫീലുകളും നമ്മൾ സർഫാക്കണം. ഇനി അടുത്തത് അദ്ദർസു സാദിസ്.
ഇനി ആറാമത്തെ പാഠം നദ്ഹബു സരീഅൻ, നമുക്ക് വേഗത്തിൽ പോകാം എന്നുള്ള ഈ പാഠത്തിൽ ഇനി ശേഷം എന്തായിരിക്കും നമുക്ക് പഠിക്കാനുള്ളത്? മുമ്പത്തെ പാഠങ്ങളിൽ നമ്മൾ 6 രൂപങ്ങൾ പഠിച്ചു. മുമ്പിലില്ലാത്ത ഒരാണ്, രണ്ടാണുങ്ങൾ, കുറെ ആണുങ്ങൾ ചെയ്തത് എങ്ങനെ പറയാം? മാദിയിലും മുലാരിയിലും. മുമ്പിലില്ലാത്ത ഒരു സ്ത്രീ, 2 സ്ത്രീകൾ, കുറെ സ്ത്രീകൾ, അവർ ചെയ്തത് എങ്ങനെയാണ് മാദിയായ ഫീലിലും മുലാരിയായ ഫീലിലും പറയാം എന്നുള്ളതാണ്. ഈ 6 രൂപങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി നമ്മുടെ മുമ്പിലുള്ള ഒരു പുരുഷൻ, 2 പുരുഷന്മാർ, കുറെ പുരുഷന്മാർ, ഒരു സ്ത്രീ, 2 സ്ത്രീകൾ, കുറെ സ്ത്രീകൾ, അവർ ചെയ്തതിനെ എങ്ങനെ പറയാം എന്നുള്ളതാണ് ഈ പാഠത്തിൽ ഇനി നമ്മൾ പറയുന്നത്. അതുപോലെ അതിനു പുറമെ ഞാൻ ചെയ്തു, ഞങ്ങൾ ചെയ്തു, മൈസെൽഫ്, അവർ സെൽഫ്, നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ടല്ലോ, ഞാൻ ചെയ്തു, ഞങ്ങൾ ചെയ്തു, അതും കൂടെ ഈ പാഠത്തിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അങ്ങനെ 14 ഫോമുകളാണ് മാദിയായ ഫീലിനും മുദാരിയായ ഫീലിനും ഉള്ളത്. ആ ബാക്കി ഫോമും കൂടെയാണ് ഈ പാഠത്തിൽ പറയുന്നത്. നദ്ഹബു സരീഅൻ, നമുക്ക് വേഗത്തിൽ പോകാം. തഹയ്യ ഖാലിദുൻ ലിൽ ഖുറൂജി ഇലൽ മദ്റസതി ഫനാദാഹു ശരീകുഹു ഹാമിദുൻ. ഖാലിദ് മദ്രസയിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി. അങ്ങനെ ഫനാദാഹു ശരീകുഹു ഹാമിദുൻ, അവന്റെ കൂട്ടുകാരനായ ഹാമിദിനെ വിളിച്ചു. ഹൽ തജീഉ മഇ യാ സമീലി, ഓ കൂട്ടുകാരാ, നീ എന്റെ കൂടെ വരുന്നുണ്ടോ? ഖാല, അപ്പൊ ഹാമിദ് പറഞ്ഞു, നഅം കുൻതു അൻതളിറുക്, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യായിരുന്നു, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നദ്ഹബു സരീഅൻ, നമുക്ക് വേഗത്തിൽ പോകാം. അങ്ങനെ ഫഖറജ, അവര് പുറപ്പെട്ടു. ഇലൽ മദ്റസ, മദ്രസയിലേക്ക്. അപ്പൊ ഖാലിദ് ചോദിക്കാണ്, ഹൽ ഖറഅത, നീ വായിച്ചോ? ജരീദത്തുൽ യൗമി, ഇന്നത്തെ ന്യൂസ് പേപ്പർ വായിച്ചോ? കണ്ടോ? അപ്പൊ ഇവിടെ ഖറഅ എന്നുള്ള ഫീല് നമ്മൾ നേരത്തെ പറഞ്ഞു. ഖറഅ, ഖറഅ, ഖറഉ, ഖറഅത, ഖറഅത, ഖറഇന, ഇത്രയും 6 ഫോമുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഖറഅത, ഖറഅത എന്ന് പറഞ്ഞാൽ എന്താ? നീ വായിച്ചു. അപ്പൊ നീ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരാളാണ്. ഇവിടെ ഖാലിദിന്റെ മുമ്പിൽ ആരുണ്ട്? ഹാമിദ് ഉണ്ട്. അപ്പൊ ഖാലിദ് ഹാമിദിനോട് ചോദിക്കാണ്, ഹൽ ഖറഅത, നീ വായിച്ചോ? ഖറഅത, നീ വായിച്ചോ? അപ്പൊ ഹാമിദ് പറയാണ്, നഅം ഖറഅതുഹ, ഞാൻ വായിച്ചു. അപ്പൊ ഞാൻ വായിച്ചു എന്നുള്ളതിന് ഖറഅതു. വഹീനമാ യംഷിയാനി, അവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത്, 2 പേരും നടക്കുന്ന സമയത്ത്, റഅയ, 2 പേരും കണ്ടു, സദീഖൈഹിമ, അവരുടെ കൂട്ടുകാരെ. ഫസഅലാഹുമാ, അവരോട് ചോദിച്ചു, ഹൽ കതബതുമാ, നിങ്ങൾ 2 പേരും എഴുതിയിട്ടുണ്ടോ? അൽ വാജിബാത്തിൽ മൻസിലിയ, ഹോംവർക്ക് എഴുതിയിട്ടുണ്ടോ? നഅം. അപ്പൊ അവര് പറഞ്ഞു, കതബിന, അതെ ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ കണ്ടോ, കതബതുമാ. അപ്പൊ നമ്മൾ കതബയിലേക്ക് വരികയാണെങ്കിൽ, കതബ എന്നുള്ള ഉദാഹരണത്തിലേക്ക് വരിക. കതബ, കതബ, കതബു, കതബത്ത്, കതബത, കതബിന. കതബത, കതബത എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അർത്ഥം? നീ എഴുതി. ഇനി കതബതുമാ, നിങ്ങൾ 2 പേരെഴുതി. അപ്പൊ മുമ്പിലുള്ള 2 ആണുങ്ങളാണ് അല്ലെ? മുമ്പിലുള്ള 2 ആളുകളോടുള്ള ചോദ്യമാണ്. ഹൽ കതബതുമാ, നിങ്ങൾ 2 പേരും എഴുതിയോ? അൽ വാജിബാത്തിൽ മൻസിലിയ, ഹോംവർക്ക് എഴുതിയോ? അപ്പൊ നഅം, അവര് പറഞ്ഞു, കതബിന, അതെ ഞങ്ങൾ എഴുതി. ഇനി വകാനത്ത് മഅഹുമ, അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഉഖ്തു ഖാലിദിൻ, ഖാലിദിന്റെ സിസ്റ്റർ, സഹോദരി ഉണ്ടായിരുന്നു. വസഅലഹ, അവളോട് ചോദിച്ചു ഖാലിദ് ചോദിച്ചു, ഹൽ അഖദ്തി ഹഖീബതകി, നീ നിന്റെ ബാഗ് എടുത്തിട്ടുണ്ടോ? ഖാലത്ത്, അപ്പൊ അവൾ പറഞ്ഞു, നഅം അഖദ്തുഹ, ഞാനത് എടുത്തിട്ടുണ്ട്. വഫീഹ, അതിലുണ്ട് ഉൽബത്തുൽ ഹൻദസത്തിൽ ജദീദ, പുതിയ ജിയോമെട്രിക് ബോക്സ് ഉണ്ട്. ഇഷ്തറൈതുഹ അംസി, ഇന്നലെയാണ് ഞാനത് വാങ്ങിയത്. ഫഖാല ഖാലിദുൻ, അപ്പൊ ഖാലിദ് പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ പോയി ഇല സൂക്കി, അങ്ങാടിയിലേക്ക്, മഅബീന, ഞങ്ങളെ ഉപ്പാന്റെ കൂടെ. എന്തിന്? ലിശിറാഇൽ അഖ്മിശതി വൽ അംതിഅതി, കുറച്ച് ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പോയി. അപ്പോൾ ഇവിടെ കണ്ടോ, അഖദത്തി, അഖദത്തി, അഖദ, അഖദ എന്ന് പറഞ്ഞാൽ എടുത്തു, പിടിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അഖദ എങ്ങനെ സർഫാക്കിയാൽ, അഖദ, അഖദ, അഖദു, അഖദത്ത്, അഖദത, അഖദിന, അഖദത, അഖദതുമ, അഖദതും, അഖദത്തി. കണ്ടോ? അപ്പൊ ഓരോ ഫീലുകളും നമ്മൾ ഇങ്ങനെ സർഫാക്കണം. ഈ 14 ഫോമുകൾ നമുക്ക് അറിഞ്ഞാൽ ലിസാൻ ഒരു പ്രശ്നമേ അല്ല. അപ്പൊ ഹൽ അഖദത്തി, ഈ ഖാലിദിന്റെ സിസ്റ്ററോടാണ് ഇപ്പൊ ചോദ്യം. അപ്പൊ പെണ്ണിനോടുള്ള ചോദ്യമാണ്. ഹൽ അഖദത്തി, കണ്ടോ? പെണ്ണാവുമ്പോ ഹൽ അഖദത്തി, അഖദത്തി, നീ എടുത്തിട്ടുണ്ടോ? ഹഖീബതകി, നിന്റെ ബാഗ്. ആ രൂപത്തിൽ ആ ഫീലിന്റെ രൂപം മാറും. വസലു, അങ്ങനെ അവർ എത്തിച്ചേർന്നു. ഇലൽ മദ്റസ, മദ്റസയിലേക്ക്. വജാ അൽ ഉസ്താദു, ഉസ്താദ് വന്നു. ഇല സഫി, ക്ലാസ്സിലേക്ക്. വബഅദ തസ്ലീമി, സലാം പറഞ്ഞതിന് ശേഷം, സഅലൽ ഉസ്താദു, ഉസ്താദ് ചോദിച്ചു, ലിൽ ഔലാദി, കുട്ടികളോട്, ഹൽ കതബതും, നിങ്ങൾ എഴുതിയോ? അൽ വാജിബാത്തിൽ മൻസിലിയ, ഹോംവർക്ക് എഴുതിയോ? അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു കതബത, കതബതുമ. ഇവിടെ ഇനി കുറെ ആളുകളോടുള്ള ചോദ്യമാണ്, കതബതും. അപ്പൊ മുമ്പിലുള്ള കുറെ ആളുകളോടുള്ള ചോദ്യം, ഹൽ കതബതും, നിങ്ങൾ എഴുതിയോ? അൽ വാജിബാത്തിൽ മൻസിലിയ, ഹോംവർക്ക് എഴുതിയോ? അങ്ങനെ ഫഅജാബു, അവർ മറുപടി നൽകി, നഅം കതബന, ഞങ്ങൾ എഴുതി.
തുമ്മ സഅലലി ത്വാലിബാത്തി, പിന്നെ പെൺകുട്ടികളോട് ഉസ്താദ് ചോദിച്ചു, ഹൽ ഖറഅതുന്ന ദുറൂസ അംസി, ഹൽ ഖറഅതുന്ന നിങ്ങൾ ഇന്നലെ വായിച്ചോ, അദ്ദുറൂസ അംസി നിങ്ങൾ ഇന്നലെ പാഠം വായിച്ചോ. ഫഖുൽന, അപ്പൊ അവരൊക്കെ പറഞ്ഞു നഅം ഖറഅന, ഞങ്ങൾ വായിച്ചു. ഫഖാലൽ ഉസ്താദു, അപ്പൊ ഉസ്താദ് പറഞ്ഞു, യാ ലബീബ, ഓ ലബീബ, ലിമ തജ്ലിസീന ഹസീന, നീ എന്താണ് ഇങ്ങനെ ടെൻഷനായിട്ട് ദുഃഖിതയായിട്ടിരിക്കുന്നത്. ഫഖാലത്, അപ്പൊ അവള് പറഞ്ഞു, യാ ഉസ്താദു, ഓ ഉസ്താദെ, അന അതഅല്ലമു മിൻ സൂദാ, എനിക്ക് തലവേദനയാണ്. ഫഖാല ലാ ബഅസ് ഇസ്തരീഹി, അപ്പൊ ഉസ്താദ് പറഞ്ഞു, പ്രശ്നമില്ല, നീ വിശ്രമിച്ചോ. ഫജാഅ സലീമുൻ, അപ്പൊ സലീം വന്നു, വസഫീറുൻ, സഫീറും വന്നു, ഇല സഫി, ക്ലാസ്സിലേക്ക്. ഫസഅലൽ ഉസ്താദു, ഉസ്താദ് അവരോട് ചോദിച്ചു, യാ വലദാനി, ഓ കുട്ടികളെ, മിൻ ഐന തഖ്ദുമാനി, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്. ഹൽ കുൻതുമാ തൽഅബാനി ഫിൽ മൈദാൻ, നിങ്ങൾ ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്നോ. ഫഖാല, അപ്പൊ അവർ രണ്ടുപേരും പറഞ്ഞു, നഖ്ദുമു മിൻ മക്തബിൽ മദ്റസ, ഞങ്ങള് മദ്രസയുടെ മക്തബയിൽ നിന്നാണ് വരുന്നത്, ഓഫീസിൽ നിന്നാണ് വരുന്നത്. ദഹബിന, ഞങ്ങൾ പോയത് എന്തിനാണ്, ഞങ്ങൾ പോയി ലിഖാഇ നാദിരിൽ മദ്രസ, പ്രിൻസിപ്പളെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. വഖാല ഉസ്താദു ലിത്തുല്ലാബി, അപ്പോ ഉസ്താദ് വിദ്യാർത്ഥികളോട് പറഞ്ഞു, അൽ ആൻ, ഇപ്പോൾ, യാ തുല്ലാബ്, ഓ കുട്ടികളെ, അൻതും തഖ്റഊന അദ്ദർസൽ ഖാമിസ്, നിങ്ങൾ 5ാമത്തെ പാഠം വായിക്കുക. ആൺകുട്ടികളോട് പറയുന്നത്, അൻതും തഖ്റഊന, നിങ്ങൾ വായിക്കുക, അദ്ദർസൽ ഖാമിസ്, 5ാമത്തെ പാഠം. വയാ ത്വാലിബാത്ത്, ഓ വിദ്യാർത്ഥിനികളെ, അൻതുന്ന തക്തുബുന ബഅദൽ അസ്ഇലതി മിൻഹു, 5ാമത്തെ പാഠത്തിൽ നിന്ന് ചില ചോദ്യങ്ങൾ നിങ്ങൾ എഴുതുക. സുമ്മ നദ്റുസു ദർസൻ ജദീദ, പിന്നെ നമുക്ക് പുതിയ പാഠം എടുക്കാം. ഇതാണ് ഈ പാഠത്തിന്റെ അർത്ഥങ്ങൾ. ഇനി ഇവിടെ നമുക്ക് വിശാലമായിട്ട് ഇതിലേക്ക് വരാം, ഉദാഹരണത്തിലേക്ക് വരാം. കണ്ടോ, ഖറഅത, നീ വായിച്ചു, അപ്പൊ ആണാകുമ്പോ ഖറഅത, ഇവിടെ ശേഷം അഖദതി, ഹുമ, ഇത് രണ്ടും ഫിഅലാനി മാദിയാനി ലിൽ മുഫ്രദിൽ മുഖാതബ്, നമ്മുടെ മുമ്പിലുള്ള ഒരു പുരുഷനോട് ഒരു സ്ത്രീയോട് ഉള്ള ഖിതാബാണ്, സംസാരമാണ്. അപ്പൊ ഖറഅത എന്ന് പറഞ്ഞാൽ നീ വായിച്ചു, പുരുഷനോടാണ്. ഇനി സ്ത്രീയോടാണ് അത് പറയുന്നതെങ്കിൽ ഖറഅതി എന്നാകും. അഖദതി, സ്ത്രീയോട്, അഖദത, പുരുഷനോട്. ഇനി 2ാമത്തത് കണ്ടോ, ഖറഅതുമാ കതബതുമാ, അതാണും പെണ്ണുക്കാണെങ്കിലും ഒരുപോലെ തന്നെയാണ്. ഖറഅത, ഖറഅതുമാ, അതുപോലെ കതബത, കതബതുമാ, കതബതി, കതബതുമാ, ആണും പെണ്ണൊക്കെ ഈ 2ാമത്തെ ഫോം ഒരുപോലെ തന്നെയാണ്. അത് രണ്ടും മാദിയായ ഫീലാണ്. ഏതെനിക്കുള്ളത്, മുമ്പിലുള്ള രണ്ടാളുകളോട്, ആണാവട്ടെ പെണ്ണാവട്ടെ. ഇനി കതബത്തും ഖറഅതുന്ന, കതബത്തും എന്ന് പറയുമ്പോൾ മുമ്പിലുള്ള കുറെ ആണുങ്ങളോട്, ഖറഅതുന്ന മുമ്പിലുള്ള കുറെ സ്ത്രീകളോട്. തജീഉ, തജീഉ, തജ്ലിസീന, അത് രണ്ടും ഹുമാ ഫിഅലാനി മുദാരിആനി, മുദാരിആയ ഫീലാണ് ലിൽ മുഫ്രദിൽ മുഖാതബ്, നേരത്തെ പറഞ്ഞത് മാദിയായ ഫീലാണ്. ഇനി തജീഉ തജ്ലിസീന എന്ന് പറഞ്ഞാല് നമ്മുടെ മുമ്പിലുള്ള പുരുഷനോട് സ്ത്രീയോട്, അത് മുദാരിയായ ഫീലാണ്. അതുപോലെ തഖ്ദുമാനി തൽഅബാനി എന്ന് പറയുമ്പോൾ രണ്ടാളുകൾ ചെയ്തത്, അവർ രണ്ടാളുകളോടുള്ള സംസാരം. തഖ്റഊന, തക്തുബുന, കുറെ ആളുകളോടുള്ള സംസാരം. പിന്നെ ഖറഅതു, ഞാൻ വായിച്ചു, ഇഷ്തറയതു, ഞാൻ വാങ്ങി, അതെന്താണ്, അഫ്ആലുൻ മാദിയത്തുൽ ലിൽ മുഫ്രദി അൽ മുതകല്ലിം, നമ്മൾ സ്വന്തത്തെ കുറിച്ച് പറയാ. ഖറഅതു, ഞാൻ വായിച്ചു, ഇഷ്തറയതു, ഞാൻ വാങ്ങി. അപ്പൊ ഞാൻ വാങ്ങി, ഞാൻ വായിച്ചു, ഞാൻ പഠിച്ചു എന്നൊക്കെയുള്ള ആ ഒരു പ്രയോഗം. പിന്നെ അടുത്തത് ഖറഅന, കതബന, ദഹബന, അതൊക്കെ ഏതാണ്, അത് ഞങ്ങൾ വായിച്ചു, ഞങ്ങൾ എഴുതി, ഞങ്ങൾ പോയി എന്നൊക്കെയുള്ള ആ ഒരു അർത്ഥത്തിനാണ് അത് വരുന്നത്. അപ്പോൾ ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഫിഅലുകളും എല്ലാ ഫോമുകളും നമ്മളിവിടെ പഠിച്ചു. ചുരുക്കത്തിൽ മാദിയായ ഫീലിന്റെ 14 രൂപങ്ങൾ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചു. നമ്മൾ ആമുഖമായി പറഞ്ഞ ആ ഒരു പട്ടിക അതിലേക്ക് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കതബ, കതബ, കതബു, കതബത്ത്, കതബത, കതബിന, കതബത, കതബതുമാ, കതബതും, കതബതി, കതബതുമാ, കതബതുന്ന, കതബതു, കതബിന. ഓരോന്നിന്റെയും അർത്ഥം വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. കതബ, അവനൊരു പുരുഷൻ എഴുതി. കതബ, രണ്ടാളുകൾ എഴുതി. കതബു, കുറെ ആളുകൾ എഴുതി. കതബത്ത്, അവളൊരു സ്ത്രീ എഴുതി. കതബത്ത, 2 സ്ത്രീകൾ എഴുതി. കതബിന, കുറെ സ്ത്രീകൾ എഴുതി. ഇത് ഈ ഫസ്റ്റ് രൂപം, ഇത് മുമ്പിലില്ലാത്ത ഒരാണ്, രണ്ടാളുകൾ, കുറെ ആളുകൾ. മുമ്പിലില്ലാത്ത ഒരു സ്ത്രീ, 2 സ്ത്രീകൾ, കുറെ സ്ത്രീകൾ. ഇനി അടുത്ത സ്റ്റെപ്പ് കതബത്ത, കതബത്തുമാ, കതബത്തും. കതബത്ത എന്ന് പറഞ്ഞ മുമ്പിലുള്ള ഒരാണിനോട്, കതബത്തുമാ 2 ആണുങ്ങളോട്, കതബത്തും കുറെ ആണുങ്ങളോട്. കതബത്തി എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ള ഒരു സ്ത്രീയോട്, കതബത്തുമാ 2 സ്ത്രീകളോട്, കതബത്തുന്ന കുറെ സ്ത്രീകളോട്. പിന്നെ കതബത്തു, ഞാൻ എഴുതി. കതബിന, ഞങ്ങൾ എഴുതി. ഇതാണ് ഇതിന്റെയൊക്കെ അർത്ഥം വരുന്നത്. ഇതുപോലെ ഓരോ ഫീലുകളും അർത്ഥം പറഞ്ഞ് വിദ്യാർത്ഥികൾ പഠിക്കണം. ഇനി ഈ കതബയുടെ നേരെ മുദാരിയായ ഫീലും
യക്തുബു യക്തുബാനി യക്തുബൂന തക്തുബു തക്തുബാനി യക്തുബുന തക്തുബു തക്തുബാനി തക്തുബൂന തക്തുബീന തക്തുബാനി തക്തുബുന അക്തുബു നക്തുബു. അർത്ഥം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, പക്ഷെ മുലാരിന്റെ അർത്ഥത്തിൽ നമ്മൾ പറയണം. യക്തുബു അവനൊരു പുരുഷൻ എഴുതുന്നു, കതബ എന്ന് പറഞ്ഞാൽ എഴുതി എന്നാണ്, കഴിഞ്ഞു പോയതാണ്. യക്തുബു എന്ന് പറഞ്ഞാൽ എഴുതുന്നു അല്ലെങ്കിൽ എഴുതും. യക്തുബാനി രണ്ടാളുകൾ എഴുതുന്നു, യക്തുബൂന കുറെ ആളുകൾ എഴുതുന്നു. തക്തുബു അവളൊരു സ്ത്രീ എഴുതുന്നു, തക്തുബാനി രണ്ട് സ്ത്രീകൾ എഴുതുന്നു, യക്തുബുന കുറെ സ്ത്രീകൾ എഴുതുന്നു. തക്തുബു നീ ഒരു പുരുഷൻ എഴുതുന്നു, തക്തുബാനി നിങ്ങൾ രണ്ട് പുരുഷന്മാർ എഴുതുന്നു, തക്തുബൂന നിങ്ങൾ കുറെ പുരുഷന്മാർ എഴുതുന്നു. തക്തുബീന നീ ഒരു സ്ത്രീ എഴുതുന്നു, തക്തുബാനി നിങ്ങൾ രണ്ട് സ്ത്രീകൾ എഴുതുന്നു, തക്തുബിന നിങ്ങൾ കുറെ സ്ത്രീകൾ എഴുതുന്നു, അക്തുബു ഞാൻ എഴുതുന്നു, നക്തുബു ഞങ്ങൾ എഴുതുന്നു. ഈ രൂപത്തിലാണ് മാദിയുടെയും മുദാരിന്റെയും അർത്ഥങ്ങൾ വരുന്നത്. വിദ്യാർത്ഥികൾ പറഞ്ഞു പഠിക്കുക. ഇവിടെ കണ്ട നുസരിഫു കമാഫിൽ മിസാൽ ഖറഅ യജ്ലിസു യതഅല്ലമു അസ്ലമ ദഹബ, ഈ വ്യത്യസ്ത ഫിഅലുകൾ എന്ത് ചെയ്യണം? വിദ്യാർത്ഥികൾ പറഞ്ഞും എഴുതിയുമൊക്കെ പരിശീലിക്കുക. ഇനി അടുത്തത് അദ്ദർസു സാബിർ. അപ്പോൾ ചുരുക്കത്തിൽ ഈ 6 പാഠം കഴിയുന്നതോടുകൂടെ മാദിയായ ഫീലിന്റെയും മുദാരിയായ ഫീലിന്റെയും 14 രൂപങ്ങൾ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. ഇനിയും വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി 7ാമത്തെ പാഠം അൽ ഹിവാർ, ഒരു സംഭാഷണമാണ് ഇവിടെ തരുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ ഒരു ആവർത്തനമാണ്, അതൊന്ന് ഉപയോഗത്തിൽ കൊണ്ടുവന്ന ഒരു ആവർത്തനമാണ് ഈ 7ാമത്തെ പാഠം. ലഖിയ അനസുൻ ഖാലിദൻ, അനസ് ഖാലിദിനെ കണ്ടുമുട്ടി, ഫിത്തരീഖി വഴിയിൽ, വഹുവ യദ്ഹബു ഇല സൂഖി മഅ ഉസ്റതിഹി, കുടുംബത്തോടൊപ്പം അവൻ അങ്ങാടിയിലേക്ക് പോവാണ്. അനസ് ചോദിക്കാണ്, അസ്സലാമു അലൈക്കും യാ ഖാലിദ്, സലാം പറഞ്ഞു. ഓ ഖാലിദെ അസ്സലാമു അലൈക്കും. അപ്പൊ ഖാലിദ് പറയാണ് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അനസ് ചോദിക്കാണ് ഇലാ ഐന തദ്ഹബ്, എന്താ അർത്ഥം വരിക? കണ്ടോ, മുമ്പിലുണ്ട്, അനസ് മുമ്പിലുണ്ട്. അപ്പോ തദ്ഹബ് കണ്ടോ, ദഹബ എന്നുള്ളത് ഇങ്ങനെ യദ്ഹബു എന്നുള്ള മുദാരിയായ ഫീൽ ഇങ്ങനെ സർഫാക്കുമ്പോൾ നമുക്ക് കിട്ടും യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന, തദ്ഹബു തദ്ഹബാനി യദ്ഹബിന. പിന്നെ അടുത്ത സ്റ്റെപ്പ് തദ്ഹബ്, മുമ്പിലുള്ള പുരുഷനോട് സൂചിപ്പിക്കല്ലേ. അപ്പൊ ഖാലിദ് മുമ്പിലുണ്ടല്ലോ. ഇലാ ഐന തദ്ഹബ് യാ ഖാലിദ്, ഓ ഖാലിദെ എവിടേക്കാണ് പോകുന്നത്, നീ എവിടേക്കാണ് പോകുന്നത്? അപ്പൊ ഖാലിദ് പറയാണ് അദ്ഹബു, കണ്ടോ അദ്ഹബു ഞാൻ പോകുന്നു. നമ്മൾ ലാസ്റ്റ് പറഞ്ഞില്ലേ 13ാമത്തെ രൂപം നമ്മൾ പറഞ്ഞില്ലേ, അദ്ഹബു നദ്ഹബു എന്നൊക്കെ പറഞ്ഞില്ലേ. അദ്ഹബു ഞാൻ പോകുന്നത് ഇല സൂഖി അങ്ങാടിയിലേക്കാണ്. എന്തിന്? ലിശറാഇൽ അംതിഅതി വൽ അഖ്മിഷ, കുറച്ച് സാധനങ്ങളും ഡ്രസ്സൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ അനസ് പറയാണ് അയ്യൽ മലാബിസി തഷ്തരി, നീ ഏത് ഡ്രസ്സാണ് വാങ്ങുന്നത്? ഖാലിദ് പറയാണ് ഉരീദു അൻ അഷ്തരിയ ബൻതലൂനൻ വ ഖലൻസുവ, തൊപ്പിയും ബാൻഡും ഒക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അനസ് പറയാണ് മൻ മഅക മിൻ ഉസ്റതിക്, നിന്റെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട് നിന്റെ കൂടെ? അപ്പൊ ഖാലിദ് പറയാണ് മഅി, എന്റെ കൂടെ അബി വ അഖി വ ഉഖ്തി അസ്സഗീറ, എന്റെ ഉപ്പുണ്ട്, എന്റെ സഹോദരനുണ്ട്, എന്റെ ചെറിയ സഹോദരിയുണ്ട്. അനസ് ചോദിക്കാണ് മാതാ തഷ്തരിലി ഉമ്മിക്, നിന്റെ ഉമ്മാക്ക് വേണ്ടി നീ എന്താ വാങ്ങുക? അപ്പൊ ഖാലിദ് പറയാണ് ഫുസ്താനൻ വ ഖിമാറൻ, സ്കാഫും നൈറ്റിയും ഒക്കെ എന്ത് ചെയ്യും ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി വാങ്ങും. അപ്പൊ അനസ് പറയാണ് അമാ തഷ്തരിലി അഖീക ഷൈഅൻ, നിന്റെ സഹോദരന് നീ എന്തെങ്കിലും വാങ്ങോ? അപ്പൊ ഖാലിദ് പറയാണ് ബല ഷുവർ, തീർച്ചയായിട്ടും വാങ്ങും. അഷ്തരി ലഹു സിർവാലൻ വഷാലൻ, സിർവാലും ഷാലും ഒക്കെ ഞാൻ എന്റെ സഹോദരന് വേണ്ടി വാങ്ങും. അപ്പൊ അനസ് ചോദിക്കാണ് മാതാ തൊരീദു ഉഖ്തുക്, നിന്റെ സഹോദരിക്ക് നീ എന്താ വാങ്ങുക? വഹിയ തൊരീദു തന്നൂറൻ, അവള് പാവാടയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ മുമ്പിലുള്ള ഖാലിദിനോടുള്ള ഒരു സംഭാഷണമാണ്. അപ്പൊ ആ രൂപം എങ്ങനെയാണ് അറബിയിൽ നമ്മൾ പ്രയോഗിക്കുക എന്നുള്ള ഒരു പ്രയോഗവൽക്കരണമാണ് ഈ 7ാമത്തെ പാഠത്തിൽ തന്നിട്ടുള്ളത്. ഇനി ഇവിടെ അക്മിൽ കമാഫിൽ മിസാൽ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബോക്സ് നമ്മൾ പൂർത്തിയാക്കണം. കുൽത്ത, കുൽത്തു, തഖൂലു, അഖൂലു. കുൽത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? നീ പറഞ്ഞു അല്ലെ. കുൽത്തു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. തഖൂലു അഖൂലു, തഖൂലു നീ പറയുന്നു, അഖൂലു ഞാൻ പറയുന്നു. കുൽത്തി, കുൽത്തി എന്ന് പറയുമ്പോൾ എന്താണ്? കുൽത്തി എന്ന് പറയുമ്പോൾ പെണ്ണിനോടാണ്, നീ ഒരു സ്ത്രീ പറഞ്ഞു. കുൽത്തു ഞാൻ പറഞ്ഞു. തഖൂലീന അഖൂലു, തഖൂലു എന്ന് പറഞ്ഞാൽ നീ പറയുന്നു, സ്ത്രീയാണ്. അഖൂലു ഞാൻ പറയുന്നു. അതുപോലെ നമ്മൾ ഈ താഴെയുള്ള ഫീലുകൾ അതുപോലെ എഴുതണം. അപ്പൊ കതബത, കതബതു, തക്തുബു, അക്തുബു. ഇനി പെണ്ണല്ലേ, അടുത്തത് കതബതി, കതബതു, തക്തുബീന, അക്തുബു. സല്ലംത, സല്ലംതു, തുസല്ലിമു, ഉസല്ലിമു. സല്ലംതി, സല്ലംതു, തുസല്ലിമീന, ഉസല്ലിമു. അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ചതിനനുസരിച്ച് ഈ ബോക്സ് വിദ്യാർത്ഥികൾ സ്വയമായിട്ട് ഫില്ലാക്കാൻ ശ്രമിക്കുക. ഇവിടെ വീണ്ടും ഈ മാദിയായ ഫീലുകളും മുദാരിയായ ഫീലുകളൊക്കെ തന്നിട്ടുണ്ട്. കണ്ടോ, കുറെ ഫീലുകൾ തന്നിട്ട് അതിൽ നിന്ന് മാദിയായ ഫീലും മുദാരിയായ ഫീലും വേർതിരിക്കാനാണ്. ലഖിയ
യദ്ഹബു തദ്ഹബു അദ്ഹബു തുരീദു ഉരീദു അഷ്തരി സല്ലമ ദഖല ഫരിഹ നളറ. ഇതിൽ നിന്ന് മാദി മുളാരിയൊക്കെ വേർതിരിക്കുക വേണ്ടത്. നമ്മൾ പറഞ്ഞു ഈ യാവ് കൊണ്ടും താവ് കൊണ്ടൊക്കെ തുടങ്ങുന്നത് യാ താ അതുപോലെ അലിഫ് അതുപോലെ പിന്നെ നൂന് ഇതുകൊണ്ടൊക്കെ തുടങ്ങുന്ന ഫീലുകൾ എന്തായിരിക്കും? മുളാരി ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അല്ലാത്തത് മാദി. ലഖിയ സല്ലമ ദഖല ഫരിഹ നളറ ഇതൊക്കെ മാദി, അല്ലാത്തതൊക്കെ മുളാരി. ഇനി ഇവിടെ നേരത്തെ ഉള്ള ഒരു സംഭാഷണം പോലെ നമ്മൾ സ്വയമായിട്ട് ഉണ്ടാക്കുകയാണ് വേണ്ടത്. വിദ്യാർത്ഥികൾ സ്വന്തമായി അത് നിർമ്മിക്കുക. ഇനി നഖറഹു വനഫഹമുൽ ഫർഖ. ഖാല ഖാലിദുൻ. ഒന്നാമത്തെ സെന്റൻസ് ഖാല ഖാലിദുൻ. ഖാലിദ് പറഞ്ഞു ഖറഅതുൽ യൗമ മിനൽ ഖുർആനി ജുസ്അൻ വഅഖ്തിമു കുല്ല ശഹരിൻ മറത്തൻ. ഖറഅതുൽ യൗമ മിനൽ ഖുർആനി ജുസ്അൻ. എല്ലാ ദിവസവും ഞാൻ ഖുർആനിൽ നിന്നൊരു ജുസ് ഓതും. വഅഖ്തിമു ഞാൻ ഖത്മു തീർക്കും കുല്ല ശഹരിൻ എല്ലാ മാസവും മറത്തൻ ഒരു തവണ. ഇനി കാലത്ത് ജുമാന പറഞ്ഞു ഖറഅതുൽ യൗമ മിനൽ ഖുർആനി ഞാൻ ഖുർആനിൽ നിന്ന് എല്ലാ ദിവസവും ഓതും ജുസ്അൻ ഒരു ജുസ്. വഅഖ്തിമു കുല്ല ശഹരിൻ മറത്തൻ എല്ലാ മാസവും ഞാൻ ഒരു ഖത്മു പൂർത്തിയാക്കും. എന്താണ് ഇവിടെ വ്യത്യാസം? ഒന്നാമത്തത് ഖാല ഖാലിദ് എന്നാണ്, രണ്ടാമത്തത് കാലത്ത് ജുമാന. എന്താണ് ആ വ്യത്യാസം? ഖാലിദ് പുരുഷനായതുകൊണ്ട് ഖാല എന്ന് പറഞ്ഞു, ജുമാന പെണ്ണായതുകൊണ്ട് ഖാലത്ത് എന്ന് പറഞ്ഞു. നമുക്ക് സർഫാക്കിയത് കിട്ടും. ഖാല ഖാല ഖാലു അത് പുരുഷന്മാരെ സൂചിപ്പിക്കുന്നതല്ലേ. പിന്നെ സ്ത്രീകളാണെങ്കിലോ ഖാലത്ത്, ഒരു പെണ്ണിനെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഖാലത്ത്. അപ്പൊ ഇവിടെ ജുമാന പെണ്ണായതുകൊണ്ട് ഖാലത്ത് പറഞ്ഞു. ഇനി അടുത്തത് സഅലൽ മുഅല്ലിമു ദാരിസീന വദ്ദാരിസാത്ത്. ഉസ്താദ് കുട്ടികളോട് ചോദിക്കുകയാണ്, ഹൽ തുഹിബ്ബൂനൽ വതൻ, നിങ്ങൾ രാജ്യത്ത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഖാലു അവര് പറഞ്ഞു നഅം നുഹിബ്ബു വതനനാ, ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് ഇഷ്ടപ്പെടുന്നു. വനഖ്തിമുഹു വനഫ്തഖിറു ബിതുറാസിഹൽ അസ്ഹാർ. ഇനി അടുത്തത് ഇവിടെ ഇത് നിർബന്ധമായും വിദ്യാർത്ഥികൾ വായിക്കണം. ഈ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ ഇവിടെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. നല്ലഫ ജുനൈദുൻ അൽ അസ്നാന, ജുനൈദ് പല്ലുകൾ വൃത്തിയാക്കി. നല്ലഫത്ത് ജുമാനത്തു അൽ അസ്നാന, ജുമാന പല്ലുകൾ വൃത്തിയാക്കി. അപ്പൊ ഒരിടത്ത് നല്ലഫ എന്ന് പറഞ്ഞു, മറ്റൊരിടത്ത് നല്ലഫത്ത് പറഞ്ഞു. വ്യത്യാസം ഓൾറെഡി വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ജുനൈദ് ആണായതുകൊണ്ട് നല്ലഫ പറഞ്ഞു, ജുമാന പെണ്ണായതുകൊണ്ട് നല്ലഫത്ത് പറഞ്ഞു. യക്തുബു താലിബു, ആൺകുട്ടി എഴുതുന്നു. ഇപ്പുറത്ത് തക്തുബു താലിബ. എന്തുകൊണ്ട് തക്തുബു എന്ന് പറഞ്ഞു? താലിബത്താണ്, വിദ്യാർത്ഥിനി, അതുകൊണ്ട് ഇവിടെ തക്തുബു വന്നു. ഇനി ജുനൈദും അതുപോലെ ഖാലിദും ഖറആ ജരീദത്തൽ യൗം. കണ്ടോ, എന്തുകൊണ്ട് ഖറആ എന്ന് നീട്ടി പറഞ്ഞു? ഖറആ എന്ന് നീട്ടി പറയാനുള്ള കാരണം ജുനൈദും ഖാലിദും രണ്ടാളുകൾ ഉള്ളത് കൊണ്ടാണ്. ഖറആ ഖറആ, കണ്ടോ, രണ്ടാളുകളാണെങ്കിൽ ഖറആ. ഇനി ജുമാന വ ലബീബ, ജുമാനയും ലബീബയും ഖറഅത. എന്തുകൊണ്ട് അവിടെ ഖറഅത എന്ന് പറഞ്ഞു? രണ്ട് പെണ്ണുങ്ങളില്ലേ, ഖറഅത്ത് ഖറഅത, സർഫാക്കണം വിദ്യാർത്ഥികൾ. ഇനി ഹമീദുൻ വ ഷാക്കിറുൻ, ഹമീദും ഷാക്കിറും യദ്ഹബാനി, രണ്ടുപേരും പോകുന്നു ഇൽ മദ്രസ, മദ്രസയിലേക്ക്. അപ്പൊ യദ്ഹബു എന്നാണ് ഫസ്റ്റ് ഫോം, യദ്ഹബാനി അതാണ് സെക്കൻഡ് ഫോം. ആ സെക്കൻഡ് ഫോമാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്, കാരണം ഹമീദും ഉണ്ട് ഷാക്കിറും ഉണ്ട്. ഇനി സാജിദ് ഉണ്ട് ജമീലി ഉണ്ട്, അതുകൊണ്ട് തദ്ഹബാനി. തദ്ഹബു തദ്ഹബാനി എന്നല്ലേ, അപ്പൊ തദ്ഹബാനി രണ്ട് പെണ്ണുങ്ങൾ ഉള്ളത് കൊണ്ട് തദ്ഹബാനി. ഇനി അൽ മുവല്ലഫൂന യർജിഊന മിനൽ മസ്ന, ഫാക്ടറിയിൽ നിന്ന് തൊഴിലാളികൾ മടങ്ങുന്നു. ഇനി അൽ മുവല്ലഫാത്തു, തൊഴിലാളികൾ പെണ്ണുങ്ങൾ, അത് യർജിഊന മിനൽ മസ്ന, ഫാക്ടറിയിൽ നിന്ന് മടങ്ങുന്നു. അപ്പോൾ ഒരിടത്ത് ആണുങ്ങളായതുകൊണ്ട് യർജിഊന പറഞ്ഞു, മറ്റൊരിടത്ത് പെണ്ണുങ്ങളായതുകൊണ്ട് യർജിഊന പറഞ്ഞു. അത് യർജിഊ എന്നുള്ള ഫീൽ സർഫാക്കണം. യർജിഊ യർജിആനി യർജിഊന തർജിഊ തർജിആനി യർജിഊന, അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? യർജിഊന യർജിഊന എന്ന് കിട്ടും. ഇനി അടുത്തത് യാഹി, എന്റെ സഹോദര, ഹൽ ശരിബത്ത, നീ കുടിച്ചോ? തൽബീനത്തൻ, പായസം കുടിച്ചോ? അപ്പൊ കണ്ടോ, അഹി അഹാണ്, സഹോദരനാണ്, അതുകൊണ്ട് ശരിബത്ത ശരിബത്ത. ഇനി അടുത്തത് യാ ഉഖ്തി, എന്റെ സഹോദരി, ഹൽ ശരിബത്തി, കണ്ടോ, പെണ്ണായതുകൊണ്ട് ശരിബത്തി. ശരിബ ശരിബ ശരിബു ശരിബത്ത് ശരിബത്ത ശരിബിന ശരിബത്ത, കണ്ടോ, ശരിബത്ത. മുമ്പിലുള്ള ആണിനോടുള്ള സംസാരം അങ്ങനെയല്ലേ, ശരിബത്ത ശരിബത്തുമ ശരിബത്തും, പിന്നെ ശേഷം പെണ്ണിനോട് ശരിബത്തി. അപ്പോൾ യാഹി എന്ന് പറയുമ്പോൾ ആണാണ്, അതുകൊണ്ട് ശരിബത്ത ഉപയോഗിച്ചു. ഉഖ്തി എന്ന് പറയുമ്പോൾ പെണ്ണായതുകൊണ്ട് ശരിബത്തി പറഞ്ഞു. ഇനി യാ അമാൻ വയാ സലീം, അമാനെ സലീമെ, ഹൽ ഖറഅതുമാ, നിങ്ങൾ വായിച്ചോ, നിങ്ങൾ ഓതിയോ? അൽ ഖുർആന, ഖുർആന്. യാ ഹിബ വയാ ഫാത്തിമ, ഹൽ ഖറഅതുമാ, അതാണും പെണ്ണൊക്കെ ആണെങ്കിൽ ഒരേ ഫോം തന്നെയാണ്, പ്രശ്നമല്ല. പിന്നെ അടുത്തത് യാ അയ്യുഹൽ ഔലാദ് ഹൽ സല്ലൈതുമു സുബ്ഹ, ഓ ആൺകുട്ടികളെ നിങ്ങൾ സുബഹി നിസ്കരിച്ചോ? ഇനി ഇപ്പുറത്ത് പെൺകുട്ടികളോടുള്ള ചോദ്യമാണ്. യാ അയ്യത്തുഹൽ ബനാത്ത് ഹൽ സല്ലൈതുന്ന, കണ്ടോ, ഇവിടെ സല്ലൈതും എന്നുള്ളതാണ് ആണുങ്ങളോട്, സല്ലൈതുന്ന പെണ്ണുങ്ങളോട്. അത് സല്ല എന്നുള്ള യുസല്ലി എന്നുള്ള മുളാരിയായ ഫീൽ സർഫാക്കുമ്പോൾ, സല്ല എന്നുള്ള മാദിയായ ഫീൽ സർഫാക്കുമ്പോൾ ആ രൂപത്തിലേക്ക് നമ്മൾ എത്തും. യാ മുജീബു, ഓ മുജീബെ, മത്താ തദ്ഹബു, നീ എപ്പോഴാണ് പോകുന്നത്? ഇലാ ദുബൈ, ദുബൈയിലേക്ക്.
ഇനി പെണ്ണിനോട് ചോദിക്കണം, യാ ജമീല, ഓ ജമീല, മതാ തദ്ഹബീന. കണ്ടോ, ആണാവുമ്പോ തദ്ഹബു, പെണ്ണാവുമ്പോ തദ്ഹബീന. യാ ഖവായ മതാ തർജിആനി മിനൽ മസ്ജിദ്, ഓ എന്റെ രണ്ട് സഹോദരന്മാരെ, നിങ്ങൾ എപ്പോഴാണ് പള്ളിയിൽ നിന്ന് മടങ്ങുക? ഇവിടെ പെണ്ണുങ്ങളോട് യാ ഉഖ്തയ, ഓ എന്റെ രണ്ട് സഹോദരിമാരെ, മതാ തർജിആനി, എപ്പോഴാണ് നിങ്ങൾ മടങ്ങുക? ഇനി അടുത്തത് യാ ഉലാദി, ഓ എന്റെ ആൺകുട്ടികളെ, ഹൽ തൽഅബൂൻ, നിങ്ങൾ കളിക്കാണോ? യാ ബനാത്തി, ഓ എന്റെ പെൺകുട്ടികളെ, ഹൽ തൽഅബിന, നിങ്ങൾ കളിക്കാണോ? അപ്പോൾ ഇവിടെ ആണ് പെണ്ണ് ആകുമ്പോൾ അതിനനുസരിച്ച് ഫീലുകളുടെ വ്യത്യാസം വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി അടുത്തത് 8ാമത്തെ പാഠമാണ്, അദ്ദർസു സാമിൻ. അപ്പോൾ ഈ 7 പാഠങ്ങളോടുകൂടെ നമ്മുടെ മാദിയായ ഫീലുകളും മുദാരിയായ ഫീലുകളെയും കുറിച്ചുള്ള ചർച്ചകൾ അവസാനിച്ചു. ഇനി അടുത്തത് തആലൗ, വരൂ, നഉദ്ദു, നമുക്ക് എണ്ണാം. 1 മുതൽ 10 വരെയുള്ള എണ്ണലാണ് ഇവിടെ പറയുന്നത്. 1 മുതൽ 10 വരെ എണ്ണാൻ പഠിപ്പിക്കുകയാണ്. വിദ്യാർത്ഥികൾ നിർബന്ധമായും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പാഠം കൂടെയാണിത്. ഇവിടെയും ബേസിക് ആയിട്ടുള്ള 2 നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ ഉദാഹരണം, ഖലമുൻ വാഹിദുൻ, മിളല്ലത്തുൻ വാഹിദത്തുൻ. കണ്ടോ, ഖലമുൻ വാഹിദുൻ, ഖലമുൻ എന്ന് പറഞ്ഞാൽ പേന, ഖലമുൻ വാഹിദുൻ, ഒരു പേന. വാഹിദ് എന്ന് പറഞ്ഞാൽ 1, ഇസ്നാനി എന്ന് പറഞ്ഞാൽ 2, സലാസ 3, അർബഅ 4, ഖംസ 5, സിത്ത 6, സബഅത്ത് 7, സമാനിയ 8, തിസ്അ 9, അശറ 10. ഇങ്ങനെയാണ് 1 മുതൽ 10 വരെയുള്ള എണ്ണൽ അറബിയിൽ. അപ്പൊ ഖലമുൻ വാഹിദുൻ, ഒരു പേന, മിളല്ലത്തുൻ വാഹിദത്തുൻ, ഒരു കുട. കണ്ടോ, ഇവിടെ എന്താണ് വ്യത്യാസം? ഒരു സ്ഥലത്ത് വാഹിദുൻ എന്ന് പറഞ്ഞു, മറ്റൊരു സ്ഥലത്ത് വാഹിദത്തുൻ എന്ന് പറഞ്ഞു, അല്ലെ? രണ്ടിന്റെയും അർത്ഥം 1 എന്ന് തന്നെയാണ്. രണ്ടിന്റെയും അർത്ഥം 1 തന്നെയാണ്. ഇനി രണ്ടാമത്തത് നോക്ക്, ഖലമാനി ഇസ്നാനി, 2 പേനകൾ, മിളല്ലതാനി ഇസ്നതാനി, 2 കുടകൾ. കണ്ടോ, രണ്ടിന്റെയും അർത്ഥം 1, 2 എന്നുള്ളത് തന്നെയാണ്. പിന്നെ എന്താണ് വ്യത്യാസം? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അറബിയിൽ 1ഉം 2ഉം അതിനിക്ക് ഒരു നിയമവും, ശേഷം 3 മുതൽ 10 വരെയുള്ളതിനിക്ക് മറ്റൊരു നിയമവുമാണ്. എന്താണ് 1, 2ന്റെയും നിയമം? ഖലമുൻ വാഹിദുൻ എന്ന് പറയുമ്പോൾ ഈ ഖലം ആണ് എണ്ണപ്പെടുന്ന സാധനം, അല്ലെ? നമ്മൾ എന്തിനെ കുറിച്ച് എണ്ണുന്നത്? ഒരു പേന എന്ന് പറയുമ്പോൾ എണ്ണപ്പെടുന്നത് ഏതാണ്? ഖലമാണ്, പേനയാണ്. അപ്പൊ ഈ ഖലം എണ്ണപ്പെടുന്നത് മുദക്കറാണെങ്കിൽ എണ്ണവും മുദക്കറായിരിക്കും. അപ്പൊ വാഹിദ് എന്നുള്ളത് എന്താണ്? മുദക്കറാണ്. ഖലം എന്നുള്ളത് മുദക്കറായതുകൊണ്ട് ഈ വാഹിദ് എന്നുള്ളത് മുദക്കറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഖലമുൻ വാഹിദുൻ. ഇനി അടുത്തത് കണ്ടോ, അതിന്റെ നേരെ ഓപ്പോസിറ്റ്, മിളല്ലത്തുൻ വാഹിദത്തുൻ. അപ്പൊ മിളല്ലത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? കുട. അത് മുഅന്നസ് ആണ്. ഈ അവസാനത്തിൽ ഹാത്താ ഉള്ളത് മുഅന്നസ് ആണ് എന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എണ്ണപ്പെടുന്നത് കുടയെ കുറിച്ചല്ലേ? അപ്പൊ എണ്ണപ്പെടുന്നത് മുഅന്നസ് ആണെങ്കിൽ എണ്ണവും മുഅന്നസ് ആയിരിക്കും. ഈ ഒരു റൂള് ഇത് 1നും 2നും മാത്രം വരുന്ന റൂളാണ്. എന്താണ് റൂള്? എന്താണ് നിയമം? എണ്ണപ്പെടുന്നത് മുദക്കറാണെങ്കിൽ എണ്ണവും മുദക്കറായിരിക്കും. അപ്പൊ കലമുൻ വാഹിദുൻ, മിളല്ലത്തുൻ വാഹിദത്തുൻ. ഇവിടെ കലമു മുദക്കറായതുകൊണ്ട് വാഹിദുൻ എന്നുള്ളത് മുദക്കർ ഉപയോഗിച്ചു. മിളല്ലത്ത് മുഅന്നസ് ആയതുകൊണ്ട് വാഹിദത്തുൻ എന്നുള്ള മുഅന്നസായ ഫോം നമ്മൾ ഉപയോഗിച്ചു. ഇനി കലമാനി, 2 പേനകൾ. കലമാനി ഇസ്നാനി, കണ്ടോ, 2 പേനകൾ. അപ്പൊ എണ്ണപ്പെടുന്ന കലമാനി എന്ന് പറയുന്നത് മുദക്കർ, കലമുൻ കലമാനി. കണ്ടോ, അതിനനുസരിച്ച് പിന്നെ കലമാനി ഇസ്നാനി, ഇസ്നാനി 2 പേനകൾ. ഇനി മിളല്ലതാനി ഇസ്നതാനി, 2 കുടകൾ. അപ്പൊ ഇവിടെ മുളല്ലതാനി എന്നുള്ളത് മുഅന്നസ് അല്ലേ? അപ്പൊ അതിന്റെ 2 ഇസ്നതാനി എന്നുള്ള ആ മുഅന്നസായ രൂപം തന്നെ ഇവിടെയും ഉപയോഗിച്ചു. അപ്പൊ ചുരുക്കത്തിൽ ആദ്യത്തെ 1ഉം 2ഉം എണ്ണപ്പെടുന്ന മഅദൂദ്, അതിനാണ് എണ്ണപ്പെടുന്നതിനാണ് മഅദൂദ് എന്ന് പറയുക. എണ്ണത്തിന് അദദ് എന്നും പറയും. അപ്പൊ എണ്ണപ്പെടുന്നത് മുദക്കർ ആണെങ്കിൽ എണ്ണവും മുദക്കർ, എണ്ണപ്പെടുന്നത് മുഅന്നസ് ആണെങ്കിൽ എണ്ണവും മുഅന്നസ്. അതാണ് അറബിയിലുള്ള 1, 2ന്റെയും നിയമം. ഇനി ശേഷം 3 മുതൽ 10 വരെയുള്ളതിന്റെ നിയമം എങ്ങനെയാണ്? ഇവിടെ കണ്ടോ, സലാസത്തു അക്ലാമിൻ, സലാസു മിളല്ലാത്തിൻ. എന്താ വ്യത്യാസം? സലാസത്തു അക്ലാമിൻ, 3 പേനകൾ എന്നല്ലേ ഇവിടെ? അപ്പൊ ഇവിടെ എണ്ണപ്പെടുന്നത് ഏതാണ്? അക്ലാം, പേനകൾ എന്നല്ലേ? അപ്പോ ഈ എണ്ണപ്പെടുന്നത് മുദക്കറായപ്പോ എണ്ണം ഏത് ഉപയോഗിച്ചു? മുഅന്നസ് ഉപയോഗിച്ചു. അത് 3 മുതൽ 10 വരെയുള്ളതിന്റെ നിയമം അങ്ങനെയാണ്. എണ്ണപ്പെടുന്നത് മുദക്കറാണെങ്കിൽ എണ്ണം മുഅന്നസ്. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കിയേ, സലാസു മിളല്ലാത്തിൻ, 3 കുടകൾ. ഇവിടെ മിളല്ലാത്ത് എന്നുള്ളത് എന്താണ്? മുഅന്നസ് ആണ്. പക്ഷെ സലാസത്ത് എന്ന് പറഞ്ഞോ? ഇല്ല, സലാസ് എന്നാ പറഞ്ഞത്, മുദക്കറായ ഫോമാണ് ഉപയോഗിച്ചത്. അപ്പോൾ 3 മുതൽ 10 വരെയുള്ള നിയമം നമുക്ക് കോമൺ ആയിട്ട് എങ്ങനെ പറയാം? എണ്ണപ്പെടുന്നത് മുദക്കറാണെങ്കിൽ എണ്ണം മുഅന്നസ്,
എണ്ണപ്പെടുന്നത് മുഅന്നസ് ആണെങ്കിൽ എണ്ണം മുദക്കർ. ഈ രൂപത്തിലാണ് 3 മുതൽ 10 വരെയുള്ളതിന്റെ നിയമം. അപ്പോൾ സലാസത്തു അക്ലാമിൻ 3 പേനകൾ, സലാസു മിളല്ലാത്തിൻ 3 കുടകൾ, അർബഅത്തു അക്ലാമിൻ 4 മിളല്ലാത്തിൻ, ഖംസത്തു അക്ലാമിൻ 5 മിളല്ലാത്തിൻ, സിത്തത്തു അക്ലാമിൻ 6 മിളല്ലാത്തിൻ. ഇവിടെയൊക്കെ കണ്ടോ സബ്അത്തു അക്ലാമിൻ എണ്ണപ്പെടുന്നത് ഏതാണ്? പേനകളാണ്. അപ്പോ എണ്ണപ്പെടുന്നത് മുദക്കറായപ്പോ എണ്ണം ഏതാണ്? സബ്അത്ത്. സബ്അത്ത് എന്ന് പറയുമ്പോൾ മുഅന്നസ് അല്ലേ, ഹതാവ് കൊടുത്തു വരുമ്പോ അത് മുഅന്നസ് ആണ്. ഇനി സബ്ഉ മിളല്ലാത്തിൻ, മിളല്ലാത്ത് എന്ന് പറയുമ്പോൾ മുഅന്നസ് ആണ്, കുടകൾ. ആ മിളല്ലാത്ത് എന്നുള്ളത് മുഅന്നസ് ആയപ്പോ എണ്ണം ഏതായി? മുദക്കറായി, സബ്ആയി. സമാനിയത്തു അക്ലാമിൻ സമാനിയ മിളല്ലാത്തിൻ, തിസ്അത്തു അക്ലാമിൻ 9 മിളല്ലാത്തിൻ, അശറത്തു അക്ലാമിൻ 10 മിളല്ലാത്തിൻ. അപ്പോൾ ഈ 1 മുതൽ 10 വരെയുള്ള എണ്ണൽ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട 2 നിയമങ്ങൾ, 1നും 2നും ഉള്ള ഒരു നിയമം, അതുപോലെ 3 മുതൽ 10 വരെ മറ്റൊരു നിയമം. 1ന്റെ നിയമം എന്താ പറഞ്ഞത്? എണ്ണപ്പെടുന്നത് മുദക്കറാണെങ്കിൽ എണ്ണവും മുദക്കറായിരിക്കും, എണ്ണപ്പെടുന്നത് മുഅന്നസ് ആണെങ്കിൽ എണ്ണവും മുഅന്നസ് ആയിരിക്കും. പക്ഷെ 3 മുതൽ 10 വരെ എണ്ണപ്പെടുന്നത് മുദക്കറാണെങ്കിൽ എണ്ണം മുഅന്നസും, എണ്ണപ്പെടുന്നത് മുഅന്നസ് ആണെങ്കിൽ എണ്ണൽ മുദക്കറുമായിരിക്കും. ആ വ്യത്യാസമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമുക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗം കൂടെയാണ് ഈ അറബിയിലുള്ള ഇതുപോലത്തെ എണ്ണൽ. അത് വിദ്യാർത്ഥികൾ ഈ ഒരു നിയമം മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ കിതാബുൻ വാഹിദുൻ, സയ്യാറത്തുൻ വാഹിദത്തുൻ. കണ്ടോ, കിതാബുൻ വാഹിദുൻ ഒരു കിതാബ്, സയ്യാറത്തുൻ വാഹിദത്തുൻ ഒരു കാർ. ഇവിടെ കിതാബ് എന്നുള്ളത് മുദക്കറാണ്, അതുകൊണ്ട് നമ്മൾ 1നും 2നും ഒരേ നിയമാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ കിതാബ് മുദക്കർ ആയതുകൊണ്ട് വാഹിദുൻ എന്നുള്ള മുദക്കറായ രൂപം ഉപയോഗിച്ചു. സയ്യാറത്ത് കാർ എന്നുള്ളത് മുഅന്നസ് ആയതുകൊണ്ട് വാഹിദത്തുൻ എന്ന് പറഞ്ഞു. ഇനി കുർസിയാനി ഇസ്നാനി 2 കസേരകൾ, ത്വാവിലത്താനി ഇസ്നത്താനി ആ രൂപത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു. ഇനി കണ്ടോ സലാസത്തു ഔറാഖിൻ, സലാസത്തു ഔറാഖിൻ 3 ഇലകൾ. അപ്പൊ ഇല എന്നുള്ളത് എന്താണ്? എണ്ണപ്പെടുന്നത് ഇലകളല്ലേ. അപ്പൊ ഇല എന്നുള്ളത് മുദക്കറാണ്, ഇലകൾ മുദക്കറാണ്. അപ്പോ 3 മുതൽ 10 വരെയുള്ള റൂൾ എന്തായിരുന്നു? എണ്ണപ്പെടുന്നത് മുദക്കറാണെങ്കിൽ എണ്ണം മുഅന്നസ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഔറാഖ് എന്ന് പറയുമ്പോൾ ഇലകൾ എന്ന് പറയുമ്പോൾ മുദക്കറാണ്. അപ്പൊ ഏതെണ്ണം ഉപയോഗിച്ചു? സലാസത്ത് എന്നുള്ള മുഅന്നസായ എണ്ണം ഉപയോഗിച്ചു. സലാസത്തു ഔറാഖിൻ. ഇവിടെ കണ്ടോ സലാസു ദജാജാത്തിൻ 3 പിടക്കോഴികൾ. ദജാജാത്ത് എന്ന് പറയുമ്പോൾ പിടക്കോഴികളാണ്, അത് മുഅന്നസ് ആണ്, എണ്ണപ്പെടുന്നത് മുഅന്നസ് ആണ്. അപ്പോൾ ഏത് എണ്ണം ഉപയോഗിച്ചു? സലാസ് എന്നുള്ള മുദക്കറായ എണ്ണം ഉപയോഗിച്ചു. സലാസു ദജാജാത്തിൻ. അങ്ങനെയാണ് ശേഷമുള്ളതെല്ലാം. വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ വായിക്കുക. അർബഅത്തു തുല്ലാബിൻ, അർബഉ താലിബാത്തിൻ. കണ്ടോ, അർബഅത്തു തുല്ലാബിൻ 4 ആൺകുട്ടികൾ. തുല്ലാബ് എന്ന് പറയുമ്പോൾ മുദക്കറാണ്, അപ്പൊ മുഅന്നസായ എണ്ണം ഉപയോഗിച്ചു. അർബഉ താലിബാത്തിൻ, താലിബാത്ത് എന്ന് പറയുമ്പോൾ അത് മുഅന്നസ് ആണ്, അപ്പൊ മുദക്കർ എണ്ണം ഉപയോഗിച്ചു. ഹംസത്തു കുതുബിൻ 5 മുദരിസാത്തിൻ. സിത്തത്തു അതിബ്ബാഇൻ. കണ്ടോ 6 ഡോക്ടർമാര്, അപ്പൊ ഡോക്ടർമാര് മുദക്കറാണ്, സിത്തത്ത് എന്നുള്ള മുഅന്നസായ എണ്ണം ഉപയോഗിച്ചു. ഇനി സിത്തു മുമരിദാത്തിൻ 6 നഴ്സുമാര്, അപ്പൊ നഴ്സ് മുമരിദാത്ത് എന്ന് പറയുമ്പോൾ മുഅന്നസ് ആണ്, അപ്പൊ സിത്ത് എന്നുള്ള മുദക്കറായ എണ്ണം ഉപയോഗിച്ചു. സബ്അത്തു തുയൂരിൻ 7 പക്ഷികൾ, പക്ഷികൾ എന്താണ്? മുദക്കറാണ്, അപ്പൊ സബ്അത്ത് എന്നുള്ള മുഅന്നസായ എണ്ണം ഉപയോഗിച്ചു. സബ്ഉ നആമാത്തിൻ, നആമാത്ത് എന്ന് പറയുമ്പോൾ ഒട്ടകപക്ഷി, അത് മുഅന്നസ് ആണ്, അപ്പോ സബ്ഉ എന്നുള്ള മുദക്കറായ എണ്ണം ഉപയോഗിച്ചു. സമാനിയത്തു വുറൂദിൻ, സമാനിയത്തു വുറൂദിൻ സമാനിയ ദറാജാത്തിൻ. തിസ്അത്തു അൽവാനിൻ. കണ്ടോ, കളേഴ്സ് നിറങ്ങൾ, അത് മുദക്കറാണ്, അപ്പൊ തിസ്അത്തു എന്നുള്ള മുഅന്നസായ എണ്ണം ഉപയോഗിച്ചു. തിസ്ഉ ബനാത്തിൻ 9 പെൺകുട്ടികൾ. ബനാത്ത് എന്നുള്ളത് പെൺകുട്ടികളാണ്, അപ്പൊ 9 എന്നുള്ള തിസ്ഉ എന്നുള്ള മുദക്കർ ആയ എണ്ണം ഉപയോഗിച്ചു. അശറത്തു ദുക്കൂരിൻ, അശറു സബ്ബൂറാത്തിൻ. അപ്പോൾ ചുരുക്കത്തിൽ 1, 2 ഒരു നിയമമാണ്, 3 മുതൽ 10 വരെ മറ്റൊരു നിയമമാണ്. ആ ഒരു ബേസിക്കലി ഉള്ള നിയമം വിദ്യാർത്ഥികൾ അറിഞ്ഞാൽ ഇതും വളരെ സിമ്പിൾ ആണ്. 1, 2 ഇതിനുള്ള നിയമം എന്താണ്? ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. എണ്ണപ്പെടുന്നത് മുദക്കർ ആണെങ്കിൽ എണ്ണവും മുദക്കർ ആയിരിക്കും, എണ്ണപ്പെടുന്നത് മുഅന്നസ് ആണെങ്കിൽ എണ്ണവും മുഅന്നസ് ആയിരിക്കും. 3 മുതൽ 10 വരെ എണ്ണപ്പെടുന്നത് മുദക്കർ ആണെങ്കിൽ എണ്ണം മുഅന്നസ് ആയിരിക്കും, എണ്ണപ്പെടുന്നത് മുഅന്നസ് ആണെങ്കിൽ എണ്ണൽ മുദക്കർ ആയിരിക്കും. ഇതാണ് വ്യത്യാസം. ഇനി ഇവിടെ നമ്മൾ പൂർത്തിയാക്കാനുണ്ട്. ഡാഷ് കുതുബിൻ 5 കുതുബിൻ സബ്അത്തു ഡാഷ് ബക്കറാത്തിൻ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫില്ലാക്കണം. അപ്പൊ കുത്തുബിൻ എന്നുള്ളത് എന്താണ്? കിതാബുകൾ, അത് മുദക്കറാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ മുഅന്നസായ ഒരു എണ്ണം കൊടുക്കണം. അർബഅത്തു കുത്തുബിൻ എന്നോ 5 കുത്തുബിൻ എന്നോ എന്തെങ്കിലും നമുക്ക് കൊടുക്കാം. കുത്തുബ് എന്ന് പറയുമ്പോൾ
കിതാബുകൾ അത് മുദക്കറാണ്. അപ്പൊ മുദക്കറാണെങ്കിൽ എന്ത് ചെയ്യണം? മുഅന്നസായ എണ്ണം കൊടുക്കണം. ഇനി അടുത്തത് ഇവിടെ ഹംസു എണ്ണം ഏതാണ്? എണ്ണം മുദക്കറാണ്. അപ്പൊ ഇനി എണ്ണപ്പെടുന്നത് ഏതെങ്കിലും ഒരു മുഅന്നസ് കൊടുക്കുക. ഹംസു ദജാജാത്തിനോ അല്ലെങ്കിൽ ഹംസു ബനാത്തിനോ ഏതെങ്കിലും കൊടുക്കാം. ഇനി ഇവിടെ സബ്അത്തു എന്ന് പറയുമ്പോൾ എന്താണ്? മുഅന്നസായ ഒരു എണ്ണമാണ്. അപ്പൊ നമ്മൾ മുദക്കറായ ഒരു വസ്തുവിനെ കൊടുക്കുക. സബ്അത്തു ദുകൂരിനോ അല്ലെങ്കിൽ സബ്അത്തു അൽവാനിനോ ഏതെങ്കിലും നമുക്ക് കൊടുക്കാം. ഇനി ഡാഷ് ബക്കറാത്തിൻ പശുക്കൾ എന്ന് പറയുമ്പോൾ എന്താണ്? മുഅന്നസാണ്. അപ്പൊ ഏതെങ്കിലും ഒരു മുദക്കറായ എണ്ണം ഉപയോഗിക്കുക. ഏത്? പിന്നെ ഹംസു ബക്രാത്തിനോ അല്ലെങ്കിൽ സിത്തു ബക്രാത്തിനോ ഏതെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ ആ നിയമം വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതനുസരിച്ച് നമുക്ക് ഏത് ചോദ്യം വന്നാലും എഴുതാവുന്നതാണ്. ഇനി 9ാമത്തെ പാഠം അഷ്ഹൂറുൽ ഹിജ്രിയ. ഹിജ്റ നമ്മുടെ അറബി മാസങ്ങൾ പഠിക്കുന്നതാണ്. അതിനു പുറമെ നമ്മൾ നേരത്തെ വാഹിദ് ഇസ്നാനി സലാസ അർബ 1 മുതൽ 10 വരെ പഠിച്ചല്ലോ. ഇനി ഇവിടെ അവസാനത്തെ പാഠത്തിൽ നമ്മൾ അറബി മാസങ്ങൾ പഠിക്കുന്നതോടുകൂടെ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ എന്നുള്ള പ്രയോഗം കൂടെ ഇവിടെ പഠിക്കുകയാണ്. നേരത്തെ നമ്മൾ വാഹിദ് പഠിച്ചു 1. ഇനി ഇവിടെ വ്യത്യാസം എന്താണ്? അൽ അവ്വലു 1ാമത്തെ മാസം ഏതാണ്? മുഹറമാണ്. അസാനി 2ാമത്തത് സഫറാണ്. അസാലിസു 3ാമത്തത് റബിഉൽ അവ്വൽ. അറാബിഉ 4ാമത്തത് റബിഉൽ ആഖിർ. അൽ ഖാമിസു 5ാമത്തത് ജുമാദൽ ഊല. അസാദിസു 6ാമത്തത് ജുമാദൽ ഉഖറ. അസാബിഉ 7ാമത്തത് റജബുൻ. അസാമിനു 8ാമത്തത് ശഅബാനുൻ. അത്താസിഉ 9ാമത്തത് റമളാൻ. അൽ ആഷിറു 10ാമത്തത് ഷവ്വാൽ. അൽ ഹാദി അശറ 11ാമത്തത് ദുൽഖഅദ. അസാനി അശറ 12ാമത്തത് ദുൽഹിജ്ജ. അപ്പോൾ ഇവിടെ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ എന്നുള്ള പ്രയോഗം എങ്ങനെയാണ് എന്നും കൂടെ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. അൽ അവ്വലു അസാനി അസാലിസ്. നേരത്തെ നിന്നുള്ള വ്യത്യാസമുണ്ട്. വാഹിദ് ഇസ്നാനി സലാസ അത് 1 2 3 4 അങ്ങനെ എണ്ണലാണ്. ഇവിടെ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ അത് മലയാളത്തിലൊക്കെ പ്രയോഗമുണ്ടല്ലോ. ആ രൂപത്തിലാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്. ഇനി ഇവിടെ ഒരു വർക്ക് തന്നിട്ടുണ്ട്. അൽ വാഹിദു അൽ അവ്വലു. എന്താ വ്യത്യാസം? അൽ വാഹിദു എന്ന് പറയുമ്പോൾ 1, അൽ അവ്വലു 1ാമത്തെ, അൽ ഇസ്നാനി 2, അസാനി 2ാമത്തെ, അസലാസ 3, അസാലിസു 3ാമത്തെ, അൽ അർബാത്തു എന്ന് പറയുമ്പോൾ 4, അറാബിഉ 4ാമത്തെ. ഇത് വിദ്യാർത്ഥികൾ ഇതുപോലെ തന്നെ പഠിച്ചു വെക്കണം. അൽ ഹംസത്തു 5, അൽ ഖാമിസു 5ാമത്തെ, അസിത്തത്തു 6, അസാദിസു 6ാമത്തെ, അസബഅത്തു 7, അസാബിഉ 7ാമത്തെ. ഇനി അസമാനിയ 8, അസാമിനു 8ാമത്തെ, അത്തിസ്അത്തു 9, അത്താസിഉ 9ാമത്തെ, അൽ അശറത്തു 10, അൽ ആഷിറു 10ാമത്തെ. ഇനി ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അഷ്ഹറു താസിഉ മിനൽ അഷ്ഹുരിൽ ഹിജ്രിയ മാ ഹുവ? അഷ്ഹറു താസി കണ്ടോ? താസിഉ എന്ന് പറയുമ്പോൾ എന്താണ്? 9ാമത്തെ. അപ്പൊ 9ാമത്തെ മാസം ഏതാണ്? മിനൽ അഷ്ഹുരിൽ ഹിജ്രിയ ഹിജ്റ മാസങ്ങളിൽ 9ാമത്തെ മാസം മാ ഹുവ അതേതാണ്? അത് റമളാനാണ്. ഇനി അൽ യൗമു സാദിസ് 6ാമത്തെ ദിവസം ഏതാണ്? മിനൽ അയ്യാമിൽ ഉസ്ബൂ ആഴ്ചയിൽ 6ാമത്തെ ദിവസം ഏതാണ്? അത് മാ ഹുവ അതേതാണ്? യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസമാണ്. ഇനി ഷുറൂത്തുൽ ഉസ്ലി കുളിയുടെ ഷർത്തുകൾ കംഹിയ അത് എത്രയാണ്? 5 5 ഹംസത്തുൻ 5 അസാബിഉൽ യദൈനി 2 കൈകളിലെയും വിരലുകൾ കംഹിയ അത് എത്രയാണ്? 10 10. അപ്പോൾ ചുരുക്കത്തിൽ അവസാനത്തെ 2 പാഠങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ളത് അറബിയിലുള്ള എണ്ണലുകളാണ്. അതിൽ വരുന്ന നിയമവ്യത്യാസങ്ങൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അവസാനത്തെ പാഠത്തിൽ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ എന്നുള്ള പ്രയോഗമാണ് പഠിക്കേണ്ടത്. അതിൻ്റെ കൂടെ അറബി മാസങ്ങളും കൂടെ പഠിക്കണം. ഈ ഒരു ബോക്സ് വിദ്യാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അൽ വാഹിദു അൽ അവ്വലു ഈ ഒരു ബോക്സ് വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. 1 1ാമത്തെ 2 2ാമത്തെ ആ ഒരു പ്രയോഗം കൂടെ വിദ്യാർത്ഥികൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഇതാണ് ലിസാനുൽ ഖുർആനിന്റെ ഒരു ഫുൾ റിവിഷൻ. ഇത്രയും വിശദമായി പറഞ്ഞിട്ടും ഇനിയും ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾക്കത് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. മറുപടി ഇൻഷാ അല്ലാഹ് നൽകുന്നതാണ്. എല്ലാ വിദ്യാർത്ഥികളും നല്ല രൂപത്തിൽ തന്നെ, പ്രത്യേകിച്ച് ലിസാനുൽ ഖുർആൻ പോലത്തെ ഒന്നും കൂടെ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട വിഷയങ്ങൾ നിർബന്ധമായും ഇപ്പോൾ തന്നെ പഠിക്കാൻ തുടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരീക്ഷയിലൊക്കെ നല്ല ഉന്നത വിജയം നൽകി ഓരോരുത്തരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായി പറയാനുള്ളത്, നിങ്ങളിത് മുഴുവനായിട്ടും കേൾക്കണം, പഠിക്കണം. അതിനു പുറമെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കണം. അല്ലാഹു നന്മകൾ അധികരിപ്പിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.